So once again, welcome you all. എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ നിങ്ങൾ എല്ലാവരും ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ എല്ലാവർക്കും പലപ്പോഴും ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിനെ കുറിച്ച് വലിയ ഒരു നോളജ് മിക്ക കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഞങ്ങൾക്കും പഠിച്ചിറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസോ അതിനുള്ള ഒരു നോളജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലൈ ചെയ്യുന്നത്, അതേപോലെ എങ്ങനെ അതിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഏതൊക്കെ തരം കമ്പനീസ്, ഏതൊക്കെ സെക്ടേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിക്കുള്ള പ്രൊമിനൻസി എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വളരെ ക്രിസ്പ് ആയിട്ടുള്ള ടൈമില് നമ്മൾ പറയുന്ന പാസ് ഔട്ട് സ്റ്റുഡൻസും ഉണ്ടെന്ന് തോന്നുന്നു. പാസ് ഔട്ട് സ്റ്റുഡൻസിനായാലും ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു കംപ്ലീറ്റ് ഗൈഡൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദിസ് കരിയർ ആഫ്റ്റർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വെബിനാർ പവർഡ് ബൈ ആർക്കേഡ് സ്കൂൾ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മുഹമ്മദ് സജിൻ എന്നാണ്. ഇലക്ട്രിക്കൽ എ ക്ലാസ് ലൈസൻസ് ഹോൾഡർ ആണ്. അതുപോലെ തന്നെ ചാർട്ടേഡ് എഞ്ചിനീയർ കൂടിയാണ്. ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഏകദേശം 10 വർഷമായിട്ട് ഈ ഒരു കോർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ സർവീസസ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. സോ കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ. സോ ഇത്രയാണ് എന്നെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രോ. ഇനി നമുക്ക് കൂടുതൽ താമസിക്കാണ്ട് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ, എന്റെ സ്ക്രീൻ ഷെയറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡിസ്കഷന്റെ, ഈ ഒരു വെബിനാറിന്റെ ടൈറ്റിൽ തന്നെ റോഡ് വേ ടു ഇൻഡസ്ട്രി എന്നാണ്. അതായത് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു ചെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ പഠിച്ചിറങ്ങിയവരായാലും ഇപ്പോ പഠിച്ചിറങ്ങാൻ പോകുന്നവരായാലും നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇൻഡസ്ട്രി എന്താണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ലാക്ക് ഓഫ് നോളജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പല ഇന്റർവ്യൂകളിലും ബാക്കിലോട്ട് അടിക്കുന്നു അല്ലെ. സോ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ നടന്നെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്. ആ ഒരു പ്രോബ്ലത്തിനെയാണ്, അതിന്റെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് നമ്മുടെ ഫീൽഡിനെ കുറിച്ചുള്ള എന്താ പറയാ ആ നോളജ് കുറവെന്ന് പറയും. സോ ഞാൻ പറയും ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ പ്രൊമിനന്റ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി. കാരണം അതിന് വ്യക്തമായുള്ള കാരണമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഏതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുത്ത് നോക്കിയാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള, വ്യക്തമായിട്ടുള്ള ഒരു ജോബ് റോൾ ഉള്ള ഇൻഡസ്ട്രികൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഒരു കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ടെലികോം ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഏതൊരു ഫീൽഡിലും. എന്തിനേറെ പറയുന്നത്, നമുക്ക് ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഹോസ്പിറ്റലിന്റെ റണ്ണിങ് ടൈം മൊത്തം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിർബന്ധമായും വേണം എന്നുള്ളത് നിയമമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഏതൊക്കെ ഫീൽഡുകളിൽ ഇലക്ട്രിസിറ്റി എവിടെയൊക്കെ അബണ്ടന്റ്ലി യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം, ആ എല്ലാ ഇൻഡസ്ട്രിയിലും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ജോബ് റോൾസ് ഉള്ള ഒരു കൂട്ടം എഞ്ചിനീയേഴ്സ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് നമ്മൾ അല്ലെ. അപ്പൊ ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും ഇൻഡസ്ട്രിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ശരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുള്ളത്. സോ അത് തന്നെ പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ ഗവൺമെന്റ് സെക്ടറിലും ഒക്കെ ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസികൾ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ടെക്നോളജി ട്രെൻഡ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഏതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിനെ പോലെയും ടെക്നോളജിക്കലി നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ചെറിയ ബ്രേക്കറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ ELCB യൂസ് ചെയ്യായിരുന്നു, ഇപ്പൊ RCCB യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ടൈപ്പ്, പല ഏരിയാസിൽ പല ടൈപ്പ് ടെക്നോളജി ട്രെൻഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പം സ്വിച്ച് ബോർഡുകൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എടുത്തു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ ഒരു ഫാൻ, അങ്ങനെ ഏതൊരു സാധനത്തിലും ടെക്നോളജി അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പൊ കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്മെന്റ് എവിടെയൊക്കെ വരുന്നോ അവിടെയെല്ലാം ആ ടെക്നോളജി അഡ്വാൻസ്മെന്റ് അറിയാവുന്ന ഒരു കൂട്ടം എഞ്ചിനീയേഴ്സിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതേപോലെ തന്നെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇനി റിന്യൂവബിൾ ആണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് നമുക്കറിയാം.
അല്ലെ? ഇപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ UAE പോലെയുള്ള വലിയ രാജ്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ 2030 അവരുടെ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിന്യൂവബിൾ കൺട്രി ഗോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം വലിയ വലിയ രാജ്യങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്നത് ശരിക്കും ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയെയും ആ രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരം വേക്കൻസികളും അത്തരം ഫീൽഡ് ആ ഒരു സെക്ടർ വലുതായിട്ട് ഇന്ന് എന്താ പറയാ ബൂം ചെയ്ത് വരുന്നുണ്ട്. സോ അത് വേൾഡ് വൈഡ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് എത്രത്തോളം ആ ഒരു ഫീൽഡിൽ റിസർച്ച് നടത്തുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് തരുന്നു എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 10 വർഷം മുന്നേ ഉള്ള സോളാർ ഇൻസ്റ്റോളേഷൻ ബിൽഡിങ്ങുകളുടെ എണ്ണവും ഇപ്പോഴുള്ള സോളാർ ഇൻസ്റ്റോൾഡ് ബിൽഡിങ്ങുകളുടെ എണ്ണവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്, അല്ലെ? സോ ഏതൊരു ഇൻഡസ്ട്രിയും റിന്യൂവബിൾ എനർജിയിലേക്ക് പരമാവധി മാറാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു സമയമാണ്. സോ അത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഇപ്പൊ പഠിച്ചിറങ്ങുന്നവർക്ക് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കരുതാം. 2025 കൂടി നമ്മുടെ രാജ്യത്ത് അർബനൈസേഷൻ ഒരു വലിയ ലെവലിലേക്ക് എത്തിപ്പെടും എന്നാണ് കണക്കുകൾ പറയുന്നത്. അർബനൈസേഷൻ അങ്ങനെ എത്തുമ്പോൾ ഈ അർബനൈസേഷനും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയും തമ്മിൽ എന്താ ബന്ധം? അർബനൈസേഷൻ അങ്ങനെ എത്തുമ്പോൾ ഇലക്ട്രിസിറ്റി വേണ്ടുന്ന ആളുകളുടെ അത്രയും പവർ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, സിസ്റ്റങ്ങളുടെ എണ്ണം, അതിനുവേണ്ടിയുള്ള പ്രൊജക്ടുകളുടെ എണ്ണം, ഇങ്ങനെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം കൂടുന്നതോടുകൂടി തന്നെ അതും കൂടുന്നുണ്ട്. സോ അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസും അത്രയും അധികം പ്രൊജക്ടുകളും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2025. ഇപ്പൊ 2025 എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള പ്രൊജക്ടുകളുടെ ഒരു വലിയ ഇൻക്രീസ് നമുക്ക് ആ ഒരു വർഷം കാണാൻ സാധിക്കും. അതും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള ഒരു പ്രൊമിനൻസി തന്നെയാണ്. പക്ഷെ ഇത്തരം പ്രൊമിനൻസികളും ഇത്രയും ഓപ്പർച്യൂണിറ്റികളും ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നിങ്ങളുടെ സീനിയേഴ്സും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പഠിച്ചിറങ്ങിയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ജോലി ഇല്ലാണ്ട് നിൽക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇയാളിപ്പോ ഒരുപാട് നേരമായിട്ട് പറയുന്നുണ്ടല്ലോ ഒരുപാട് ജോലി ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ ജോലി ഇല്ലാണ്ട് നിൽക്കുന്നവര്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സത്യമാണ്. ജോലികൾ ഒരുപാടുണ്ട് എന്നുള്ളതും ജോലി ഇല്ലാതെ ഒരുപാട് പേര് നിൽക്കുന്നു എന്നുള്ളതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇത്രയും വേക്കൻസികളിലേക്ക് ഈ ജോലി ഇല്ലാതെ നിൽക്കുന്നവർ സ്യൂട്ടഡ് ആവുന്നില്ല, അവരതിന് എലിജിബിൾ ആവുന്നില്ല. എലിജിബിൾ ഇൻ ദ സെൻസ് അവർക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതല്ല, പകരം ഇൻഡസ്ട്രിയൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ് ഇല്ല എന്നുള്ളതും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിക്കൽ ട്രെൻഡ്സോ റിന്യൂവബിളിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇത്തരം ഒരു കാര്യങ്ങളിലും ഇൻഡസ്ട്രി നോളജ്, തിയറട്ടിക്കൽ നോളജ് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ നോളജ് ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. സോ ആ ഫാക്ടറിനെ അഡ്രസ് ചെയ്ത് അതിനെ ഒന്ന് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊമിനന്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ തരം ജോബ് റോൾസും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഞാൻ 2013 ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി. 13 പഠിച്ചിറങ്ങിയിട്ട് ശരിക്കും ഒരു 6-7 മാസം പല കമ്പനികളിലും ഈ പറഞ്ഞ പോലെ റെസ്യൂമെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനിയും തിരിച്ചു വിളിക്കുന്നില്ല. പല ഇന്റർവ്യൂസിനും പോയിട്ടുണ്ട്, പക്കാ ഫെയിലായി പോകുന്നുണ്ട്. അപ്പോ അത്യാവശ്യം പഠിക്കാനൊക്കെ ഓക്കെ ആയിരുന്ന എനിക്ക് എന്റെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്നിട്ടും ഇവർ ജോലി ഒന്നും തരുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ലൈഫിൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ഞാൻ അനുഭവിച്ചത് ആ ഒരു 6-7 മാസമായിരുന്നു. പഠിച്ചിറങ്ങിയതിനു ശേഷമുള്ള ഒരു 6-7 മാസം അല്ലെ. അന്ന് ശരിക്കും എന്താ പറയാ, ജോലിക്ക് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹണ്ട് ചെയ്യാണ്. പക്ഷേ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ഞാൻ എവിടേക്കാണ് ഹണ്ട് ചെയ്യുന്നത്, ഏത് ടാർഗറ്റിലേക്കാണ് ഹണ്ട് ചെയ്യുന്നത്, ആ ടാർഗറ്റിലേക്ക് ഹണ്ട് ചെയ്യുമ്പോൾ ഞാൻ എത്രത്തോളം എക്യുപ്ഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ എന്തൊരു സാധനത്തിന്, ഇപ്പൊ ഒരു വേട്ടയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ കൈ വീശി നിന്ന് വേട്ടയ്ക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഇല്ല. അത് തന്നെയാണ് ജോബ് ഹണ്ടിങ്ങിനുള്ളത്. അതും ഒരു തരം വേട്ട തന്നെയാണ്, അല്ലെ? അപ്പോ ഇവിടെയും നമ്മൾ കൈയും വീശി അല്ലെങ്കിൽ ഒരു നോർമൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ഒരു 2 പേപ്പറുള്ള റെസ്യൂമെ മാത്രം കൊണ്ടുപോയിട്ട് എനിക്ക് ജോലി തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആഗ്രഹം, ഞാൻ എടുത്തു തന്നെ പറയുന്നത്, നമ്മുടെ ആ ആഗ്രഹത്തിന് സാധിച്ചു തരാനല്ല ഈ എംപ്ലോയേഴ്സ് എല്ലാം ഇരിക്കുന്നത്. എംപ്ലോയേഴ്സ് ഇരിക്കുന്നത് അവരുടെ പ്രൊജക്റ്റുകളിൽ നമ്മളെ പോലുള്ള റിസോഴ്സ് എങ്ങനെ അവർക്ക് സ്യൂട്ടബിൾ ആവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എംപ്ലോയ്മെന്റ് തരാനാണ് അവർ അവിടെ ഇരിക്കുന്നത്, അല്ലെ? സോ ഇൻഡസ്ട്രിക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള ആ നോളജിലുള്ള കുറവായിരുന്നു അന്ന് എന്നെ
ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഏകദേശം 10-25ഓളം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ ഓഫ് ഇന്റർവ്യൂസ് കൂടുന്നത് 26ാമത്തേൽ എനിക്ക് ജോലി തരണം, ഞാൻ 25 ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു എംപ്ലോയർ വൈ ഷുഡ് ഐ ഹയർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ്ഫുള്ളി പറയണം, നിങ്ങളുടെ കമ്പനിയിലെ ഈ ഇന്ന സർവീസസുകൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് ഇന്ന സ്കില്ലുകൾ ഉണ്ട്, ആ കാര്യങ്ങൾ എനിക്ക് അതിൽ ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിക്കും ആ കമ്പനിയുടെ പ്രൊജക്റ്റുകളിലും അത് ഉപകാരപ്പെടും എന്ന രീതിയിൽ പറയാനായിട്ടുള്ള റിസോഴ്സ് ഉണ്ടായിരിക്കണം, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഈ പറഞ്ഞ പ്രൊമിനന്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് വരുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിടക്കുന്ന ഈ ഒരു ഫീൽഡിലെ നമുക്ക് ഓരോരുത്തർക്കും അത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ ഇൻഡസ്ട്രി ആണ് ഈ മുകളിൽ പറഞ്ഞ 5 പ്രൊമിനന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണ് എന്നുള്ളതിനുള്ള അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറഞ്ഞെങ്കിലും ഈ 6ാമത്തെ പോയിന്റ് ആണ് ശരിക്കും ഈ പ്രൊമിനൻസി ഒക്കെ ഇല്ലാണ്ടാക്കുന്നതും നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ 6ാമത്തെ പോയിന്റ് ആണ്. അപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള നോളജ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. സോ അപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ബേസിക്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത് ശരിക്കും നമ്മൾ എന്താ പറയാ, മിക്കവരും എടുക്കുന്നത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം, കണ്ടു പഠിക്കാം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തതും അങ്ങനെ തന്നെയാണ്. കുറെ കാര്യങ്ങൾ കണ്ടും ചെയ്തും ഒക്കെ പഠിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ശരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്. നമ്മൾ എടുത്തപ്പോ എന്താ അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, മെഷീൻ ഡിസൈൻ, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മൾ വെറുപ്പിക്കുന്നുണ്ട് അല്ലെ. പക്ഷേ അന്ന് അതൊക്കെ വെറുപ്പിക്കലായിട്ട് തോന്നിയെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ മനസ്സിലായത് പിന്നീടാണ്. ശരിക്കും 4 വർഷത്തെ ബിടെക് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ ആണ്. ആ 4 വർഷത്തെ ബിടെക് പഠിച്ചു എന്ന് കരുതി ഒരാൾ ഫുള്ളി എഞ്ചിനീയർ ആയെന്ന് ധരിക്കരുത്. നിങ്ങൾക്കറിയാലോ മെഡിസിൻ എത്ര വർഷത്തെ കോഴ്സാ? മെഡിസിൻ എത്ര വർഷത്തെ കോഴ്സാ? നിങ്ങൾക്കറിയില്ലേ? പറയ്. 5 വർഷത്തെ കോഴ്സ് അല്ലെ. അപ്പൊ മെഡിസിൻ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗും ആക്ച്വലി 5 വർഷം തന്നെ എടുക്കേണ്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ്. സോ 4 വർഷം നമ്മൾ പഠിക്കുന്നു, അതിനുശേഷമുള്ള 1 വർഷം നിങ്ങൾ ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ല പോലെ അറിയുക, ഇൻഡസ്ട്രിയിൽ ജോലിക്ക് പോവാം. ആ ജോലിക്ക് പോയി ഒരു ചെറിയ ജോലി ആയിക്കോട്ടെ, ആ ചെറിയ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് പോവാ. സാലറി എന്ന് പറയുന്ന ക്രൈറ്റീരിയ മാത്രം നോക്കി കരിയറിലെ ആദ്യത്തെ ജോലി എടുക്കാതിരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ദോഷവശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പോ ഒരു സർഫസ് നോളജിലായിരിക്കുക, നാളെയും ഒരു വൈറ്റ് കോളർ ജോബിലേക്ക്, ഭയങ്കര വൈറ്റ് കോളർ ജോബ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ കേരളത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്, നാളെയും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റക്ക് ആവും. ആ പോയിന്റിൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതിയാൽ നിങ്ങൾ ഫ്രഷറാണ്. സോ കരിയറിലെ ആദ്യത്തെ ജോലി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര വിജിലന്റ് ആയിരിക്കണം. കാരണം ഈ ആദ്യത്തെ ജോലിയിൽ നിന്ന് വേണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. നിങ്ങൾ അവിടെ നോക്കേണ്ടത് ആ കമ്പനിയുടെ പോസ്റ്റോ, ആ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം റീൽസോ, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ സാലറിയോ വർക്കിംഗ് എൻവയോൺമെന്റോ ഒന്നുമല്ല. നിങ്ങളുടെ കരിയർ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാനുള്ള പ്രൊജക്റ്റുകൾ അവിടെ ഉണ്ടോ, അതിനുവേണ്ടി അതിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നിങ്ങൾ ആദ്യത്തെ ജോലി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്. സാധാരണയായി നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു CV ഉണ്ടാക്കി വെക്കും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ഒരു അറ്റത്തുകൂടെ പോയ ബന്ധമുള്ള എല്ലാ കമ്പനികളിലേക്കും നമ്മൾ ഈ റെസ്യൂമെ അയക്കും. റെസ്യൂമെ അയച്ചിട്ട് ആ കമ്പനിയെ കുറിച്ചൊന്നും അറിയില്ല, ആ ഇൻഡസ്ട്രിയിലെ സർവീസസിനെ കുറിച്ചൊന്നും അറിയില്ല, ഇതൊന്നും അറിയാണ്ട് ഇന്റർവ്യൂവിന് നമ്മൾ ഫോട്ടോ സൂട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് പോകും. അങ്ങനെ പോകുമ്പോ നമ്മുടെ അപ്പിയറൻസ് അല്ല അവിടെ ഒരു മാറ്റർ ആവുന്നത്. അപ്പിയറൻസ് മാറ്റർ ആവും, പക്ഷെ അത് മാത്രമല്ല മാറ്റർ ആവുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ദ റിസോഴ്സസ് ഇൻസൈഡ് യു. നിങ്ങളുടെ അകത്തുള്ള റിസോഴ്സ് ആണ്, എഞ്ചിനീയറിംഗ് റിസോഴ്സ് ആണ് അവിടെ മാറ്റർ ആവുന്നത്. സോ നമ്മൾ ബിടെക്കിൽ പഠിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മിക്ക കാര്യങ്ങളും വളഞ്ഞു മൂക്കി പിടിക്കുന്ന രീതിയിലാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഞാൻ വോൾട്ടേജ് എന്താണെന്ന് ചോദിക്കാം. വോൾട്ടേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മിക്കവരുടെയും ഒരു ഭൂരിഭാഗം പേരുടെയും ഉത്തരം എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞങ്ങ് പോകും. അങ്ങനെ പറയുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലേമാന് പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിൽ അത് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങളോട് ഞാൻ പവർ ഫാക്ടർ എന്താണെന്ന് ചോദിക്കാം, നിങ്ങൾ എന്താ പറയുക? നിങ്ങളുടെ അണ്ടറിലുള്ളൊരു ഇലക്ട്രീഷ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പവർ ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ഇത് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ. ചോദ്യം ചോദിപ്പാന്ന് വിചാരിക്കരുത്. ഞാനും നിങ്ങളെക്കാൾ വലിയ 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 ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ വർഷങ്ങളെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. സോ എന്താണ് പവർ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഒറ്റ വേർഡാണ്, കോസ് ഫൈ അല്ലെ? കുറച്ചു പേര് അതൊന്നും കൂടി ഒന്ന് മോടി പിടിപ്പിച്ചൊക്കെ പറയും, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നൊക്കെ പറയാം അല്ലെ? ഇതല്ലാണ്ട് കോസ് ഫൈ എന്നതിന് പവർ ഫാക്ടർ എന്നതിന് ഒരു കറക്റ്റ് ഡെഫിനിഷൻ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഒരു എക്വിപ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ എക്വിപ്മെന്റിന്റെ മിഥുൻ കേട്ടില്ല, ഒന്നുകൂടി പറയോ? ഒരു എക്വിപ്മെന്റിന്റെ ഇപ്പം ഒരു എക്വിപ്മെന്റിൽ ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിന് കട്ടായി പോകുന്നുണ്ട് മിഥുൻ. പറഞ്ഞോളൂ മിഥുൻ. മിഥുൻ പറയുന്നുണ്ട്, മിഥുന്റെ വോയിസ് ക്ലിയർ അല്ല. സോ ഈ പറഞ്ഞ പോലെ നമുക്ക് 3 ടൈപ്പ് പവർ നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പോ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഉണ്ടാവുന്ന പവറാണ്. അതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന പവറിനെയാണ് നമ്മൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പവറിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുക. സോ ഈ ഉണ്ടായ അപ്പാരന്റ് പവറിന്റെ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതായത് അപ്പാരന്റ് പവറിന്റെ എത്രത്തോളം ആക്റ്റീവ് പവർ ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ള കണക്കിനെയാണ് ശരിക്കും പവർ ഫാക്ടർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനത്തിന് പക്ഷെ നമ്മൾ എടുത്ത വായിൽ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. ഇതാണ് ഇൻഡസ്ട്രിയും അക്കാഡമിക്സും തമ്മിലുള്ള വ്യത്യാസം. ഇവർ തമ്മിലുള്ള ഈ ഒരു എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നിടത്താണ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരു എംപ്ലോയ്മെന്റ് പോസിബിൾ ആവുക. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിലും പോയിട്ട് എന്താണ് ബോർഡേ പ്ലോട്ട്, എന്താണ് റൂട്ട് ലോക്കസ്, അല്ലെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ ഫോർ മെഷീൻ ഡിസൈൻ, എന്താണ് പാരലിംഗ്, അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. നിങ്ങളുടെ ആരും സർക്കിൾ ഡയഗ്രം വരയ്ക്കാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും അവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ കമ്പനി ഏത് സെക്ടറിലാണോ ഏത് ഇൻഡസ്ട്രിയിലാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓരോ കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വോൾട്ടേജ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് അറിയാത്ത ഒരാളോട് പിന്നെ ഏതെങ്കിലും ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതിന് ഈ പറഞ്ഞ പോലെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റാത്ത ഒരാൾക്ക് അയാളോട് വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ ആ ഇന്റർവ്യൂറിന്? ഇല്ല. അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ കുറെ അധികം ടേംസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലോഡ്, നമ്മൾ പല ടൈപ്പ് ലോഡുകൾ പഠിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ലോഡ്, പാസീവ് ലോഡ്, അങ്ങനെ പല ടൈപ്പ്, റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്, അങ്ങനെ പല ടൈപ്പ് ലോഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? എന്താ പറയുക? എന്താ പറയാ? ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോ ഇടുക്കിയില് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിവൈസ്, സുധീഷ് പറഞ്ഞത് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിവൈസ്, പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിവൈസിനെയും നമ്മൾ ലോഡ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഒരു ജനറൽ കാറ്റഗറിയിൽ നമ്മൾ ലോഡ് എന്ന് എങ്ങനെയാ പറയാ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇടുക്കിയിലിരിക്കുകയാണ്. ഇടുക്കിയില് എന്താ പറയാ, ഇടുക്കിയിൽ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്തത് അവിടുന്ന് ഒരു 5 ജില്ലകളിലേക്ക് പോകുന്നു. ആ ഇടുക്കിയിൽ നിന്നോട് ഞാൻ പറയും, ഇടുക്കിയെ സംബന്ധിച്ച് ഈ 5 ജില്ലകളാണ് ലോഡ് എന്ന് പറയുന്നത്.
അല്ലെ? ഒരു ജില്ലയിൽ ഇത് സബ്സ്റ്റേഷനുകൾ പലവിധം സബ്സ്റ്റേഷനുകളുണ്ട്. ഒരു ജില്ലയെ സംബന്ധിച്ച് ആ സബ്സ്റ്റേഷനുകളിൽ ലോഡെന്ന് പറയാം. ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് പലവിധമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളിലേക്ക് പോകും. അപ്പോൾ ആ സബ്സ്റ്റേഷനെ സംബന്ധിച്ച് എനിക്ക് ട്രാൻസ്ഫോമറുകളിൽ ലോഡെന്ന് പറയാം. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് പലവിധമായ പോസ്റ്റുകളിലേക്ക് പോകും. ആ പോസ്റ്റുകൾ എനിക്ക് ലോഡെന്ന് പറയാം. പോസ്റ്റുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകും. വീടുകൾ എനിക്ക് ലോഡെന്ന് പറയാം. വീടുകളിൽ നിന്ന് സബ് സർക്യൂട്ടുകളിലേക്ക് പോകും. വീടിന്റെ അകത്ത് തന്നെയുള്ള സബ് സർക്യൂട്ടുകളിലേക്ക് പോകും. സോ സബ് സർക്യൂട്ടുകളെ ലോഡെന്ന് പറയാം. സബ് സർക്യൂട്ടിൽ നിന്ന് സുധീഷ് പറഞ്ഞ പോലെ ഒരു ഡിവൈസിലേക്ക് പോകും. അപ്പോൾ ആ ഡിവൈസിനെയും എനിക്ക് ലോഡെന്ന് പറയാം. ഇവിടെ സുധീഷ് പറഞ്ഞ പോലെ തന്നെ സപ്ലൈ കൺസ്യൂം ചെയ്യുന്ന, സപ്ലൈ ഉപയോഗിക്കുന്ന ആരാണോ അല്ലെങ്കിൽ എന്താണോ അവരെ എല്ലാം ലോഡെന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആയോ? അപ്പോ സപ്ലൈ കൺസ്യൂം ചെയ്യുന്നത് ആരാണോ അവരെ എല്ലാം ലോഡെന്ന് വിളിക്കാം. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ആ പെർസ്പെക്റ്റീവ് നമുക്ക് ഏതൊരു കാര്യത്തിനെയും സപ്ലൈ കൺസ്യൂം ചെയ്യുന്നവരെ നമുക്ക് ലോഡെന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഓക്കെ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐ ഓപ്പണിംഗ് സെഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആദ്യത്തെ ഈ ഒരു ബേസിക്സ് അബൌട്ട് യുവർ ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു ഇത് ഇടുന്നത്. സോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോകാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന RCCB അല്ലെങ്കിൽ ELCBക്കകത്ത് ഒരു I ഡെൽറ്റ ഈക്വൽ ടു 0.03 ആംപിയർ എന്ന് കാണിക്കാറുണ്ട്. ചിലടത്ത് 30 മില്ലി ആംപിയർ എന്ന് കാണിക്കാറുണ്ട്. എന്താണ് ആ ഇടയ്ക്ക് വന്ന ആദർശ് എന്നെ മ്യൂട്ട് ചെയ്തിട്ട് പോയി. ശരി, നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു? എവിടം വരെ കേട്ടത്? ഇനി ആരും എന്നെ മ്യൂട്ട് ചെയ്യല്ലേ. എവിടം വരെ കേട്ടെന്നറിയോ? ഒന്ന് പറയോ ആരെങ്കിലും? 30 മില്ലി ആംപിയർ. ഓക്കെ ആദിത്യ, താങ്ക് യു. അപ്പൊ 30 മില്ലി ആംപിയർ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ആ 30 മില്ലി ആംപിയർ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ആ വലിയ ബ്രേക്കറിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് 30 മില്ലി ആംപിയർ. നിങ്ങളുടെ കോളേജുകളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ 100 മില്ലി ആംപിയർ എന്ന് കാണും ആ RCCBക്ക്. അതെന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് 40 ആംപിയറിന്റെ RCCB ആണെന്ന് വെച്ചോ. അവിടെ 40 ആംപിയർ എന്ന് എഴുതും. അതിന് താഴെയായിട്ട് 0.03 ആംപിയർ അല്ലെങ്കിൽ 30 മില്ലി ആംപിയർ എന്ന് എഴുതും. എന്താണ് ആ 30 മില്ലി ആംപിയർ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ 40 ആംപിയർ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതെ, വിനയ പറഞ്ഞ പോലെ ലീക്കേജ് കറണ്ട് ആണ്. എർത്തിൽ കൂടെ പോകുന്ന ലീക്കേജ് കറണ്ടിന്റെ വാല്യൂ 30 മില്ലി ആംപിയറോ അതിൽ കൂടുതലോ ആയാലും ആര് ട്രിപ്പ് ആവും? ആ RCCB ട്രിപ്പ് ആവും. ലോഡ് കറണ്ട് 40 ആംപിയർ ആയാലും അത് ട്രിപ്പ് ആവും. ക്ലിയർ ആയോ? ഇതിന്റെ അർത്ഥം 40.03 ആംപിയർ വന്നാൽ ട്രിപ്പ് ആവും എന്നല്ല. മനസ്സിലായില്ലേ? ലീക്കേജ് കറണ്ട് കാരണം ട്രിപ്പ് ആവാനായി 30 മില്ലി ആംപിയറോ അതിൽ താഴെയോ മതി. ഏകദേശം 30 മില്ലി ആംപിയർ എഴുതിയിരിക്കുന്ന RCCBകളാണെങ്കിലും മിക്ക കമ്പനികളുടേതും ഏകദേശം 26, 27 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ട്രിപ്പ് ആവും. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ഈ കറണ്ട് റേറ്റിംഗും ഈ എർത്ത് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ 30 മില്ലി ആംപിയർ എന്ന് പറഞ്ഞൊരു കണക്ക് അവിടെ വരാൻ കാര്യം എന്താ? ഒരു ശരാശരി മനുഷ്യന് ഒരു നോർമൽ വോൾട്ടേജിലും നോർമൽ സിംഗിൾ ഫേസ് വോൾട്ടേജിൽ അവന്റെ ദേഹത്ത് കൂടി 30 മില്ലി ആംപിയർ കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അതിനെ അഡ്രസ് ചെയ്തിട്ടാണ് ഈ 30 മില്ലി ആംപിയർ എന്ന് പറയുന്ന ത്രെഷോൾഡ് വാല്യൂ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോ വിനയ ഉണ്ട്, ആദിത്യ ഉണ്ട്. വിനയുടെയും ആദിത്യന്റെയും വീട് അടുത്തടുത്താണെന്ന് വിചാരിക്കാം. ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറം ആണെന്ന് വിചാരിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെയല്ലേ സപ്ലൈ വരണ്ടേ? അല്ലേ? ഡൗട്ട് ഉണ്ടോ? രണ്ടുപേരും ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്, ഒരേ ലൈൻ തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ട്രാൻസ്ഫോമറിൽ നിന്നല്ലേ സപ്ലൈ വരണ്ടേ? ഇതിൽ വിനയയുടെ വീട് 3 ഫേസ് കണക്ഷനും ആദിത്യന്റെ വീട് സിംഗിൾ ഫേസ് കണക്ഷനും ആണെന്ന് വിചാരിച്ചോ. ഇന്ത്യയിലെ സിംഗിൾ ഫേസ് വോൾട്ടേജ് എത്രയാ? അതായത് ആദിത്യന്റെ വീട്ടിലെ വോൾട്ടേജ് എത്രയാ? എത്ര വരണ്ടേ? 230. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു വോൾട്ടേജ് വാല്യൂ 230 ആണ്. പക്ഷേ 230 അല്ല ഇന്ത്യയിലെ സിംഗിൾ ഫേസ് വോൾട്ടേജ്. എത്രയാന്ന് പറയോ? എത്രയാന്നറിയോ? പറഞ്ഞോ, നേരിട്ട് പറഞ്ഞു. 215 അല്ല ഇതിനെ 240. അതെ,
240 വോൾട്ട് ആണ് ഇന്ത്യയിലെ സിംഗിൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞത് കേട്ടോ. ഈ 230 എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നത്, നമ്മുടെ ഡിവൈസസിന്റെ ഒക്കെ വോൾട്ടേജ് ആണ് ശരിക്കും 230 വോൾട്ട് എന്ന് പറയുന്നത്. കൂടുതൽ ഡിവൈസസിന്റെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വന്നത്. 240 വോൾട്ട് ആണ് ഇന്ത്യയിലെ സിംഗിൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. 3 ഫേസ് വോൾട്ടേജ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. എത്രയാണെന്നറിയോ ഇന്ത്യയിലെ 3 ഫേസ് വോൾട്ടേജ്? ഇന്ത്യയിലെ 3 ഫേസ് വോൾട്ടേജ് എത്രയാണെന്നറിയോ? അത് നിങ്ങൾക്ക് അറിയാവുന്നേ പറഞ്ഞു. 415 വോൾട്ട്. അതെ, 415 വോൾട്ട് ആണ് ഇന്ത്യയിലെ 3 ഫേസ് വോൾട്ടേജ്. അപ്പോ ആദിത്യന്റെ വീട്ടിൽ സിംഗിൾ ഫേസ് വോൾട്ടേജ് ആയിരുന്നു 240. മറ്റേ പേര് വിനയ. വിനയന്റെ വീട്ടില് 415 വോൾട്ട് ആണ് 3 ഫേസ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ രണ്ടുപേർക്കും 230 വോൾട്ട് വരേണ്ട ആൾക്കും 415 വരേണ്ട ആൾക്കും സെയിം ട്രാൻസ്ഫോമറിൽ തന്നെയാണ് സപ്ലൈ വരേണ്ടത്. എന്റെ ചോദ്യം, ആ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് എത്രയായിരിക്കണം? നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുണ്ട്, ഈക്വലന്റ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്, ഫേസർ ഡയഗ്രാം, റെഫർ ടു സെക്കൻഡറി, പ്രൈമറി, മാങ്ങ, തേങ്ങ, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ഫോമർ അവിടെ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ അകത്തുള്ള നെയിം പ്ലേറ്റിലെ ഡീറ്റെയിൽസ് എന്താണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും, ഇതിന്റെ അകത്ത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ ചാർജ് ചെയ്ത് എങ്ങനെയാണ് റുട്ടീൻ ചെക്കപ്പുകൾ വരുന്നത്, അതിന് ട്രബിൾ ഷൂട്ടിംഗ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ പഠിച്ചില്ല. അതായത് റിയൽ ടൈമിൽ, റിയൽ വേൾഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ച കാര്യം ആവശ്യമില്ലാത്തത് എന്നല്ല അതിന്റെ അർത്ഥം, അതെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ ആവശ്യമുള്ള, അതിനേക്കാളെന്ന് പറയാൻ പറ്റില്ല, അതിനോടൊപ്പം തന്നെ ആവശ്യമുള്ളതും ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള രീതികൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം കാരണം നമ്മൾ പഠിച്ചിട്ടില്ല. അല്ലെ? നിങ്ങൾ തന്നെ എത്ര ഈ ബിൽഡിങ്ങുകളുടെ ഇലക്ട്രിഫിക്കേഷൻ സൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ? എത്ര ട്രാൻസ്ഫോമർ ഓരോരുത്തരും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര അടുത്ത് ലൈൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്? എത്ര അടുത്ത് എർത്തിങ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ 4 വർഷത്തിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതിന്റെ പോരായ്മയാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂകളിലൊന്നും എനിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ പോട്ടെ. നമ്മൾ ബാക്ക് ടു ആദിത്യന്റെയും വിനയന്റെയും കേസിലേക്ക് വരാം. അപ്പോ 415 വോൾട്ടും 230 വോൾട്ടുമാണ്, 240 വോൾട്ടുമാണ് അവിടെ കിട്ടേണ്ടത്. ഇത് രണ്ടും കൊടുക്കുന്ന ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് എത്രയായിരിക്കണം? എത്രയായിരിക്കണം നിങ്ങൾ പറയും? 415 ആണ് മിക്കവരും പറഞ്ഞേക്കുന്നത്. അത് നേരത്തെ ഉത്തരവാണോ? ഓക്കെ, 415 തന്നെയാണ് പിന്നെയും പറയാം. അപ്പൊ 415 ആണെങ്കിൽ ആർക്കുള്ളത് കിട്ടും? വിനയക്കുള്ളതും കിട്ടും. അതിൽ നിന്ന് ടാപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആർക്കുള്ളതും കിട്ടും? നമ്മുടെ ആദിത്യക്കുള്ളതും കിട്ടും, അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളുടെ ഒക്കെ സെക്കൻഡറി വോൾട്ടേജ് 415 ആണോ? എന്നാലല്ല. ഈ വിനയന്റെ വീട് ആ ട്രാൻസ്ഫോമറിന്റെ മൂട്ടിൽ തന്നെയാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ? സോ ആ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് കൂടും? വോൾട്ടേജിലുള്ള ഡ്രോപ്പും അവിടെ കൂടും, അല്ലെ? അപ്പൊ അതിനെയും കൂടി അക്കൗണ്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളുടെയും സെക്കൻഡറി വോൾട്ടേജ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് 433. 433 വോൾട്ട് ആണ് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളുടെ സെക്കൻഡറി വോൾട്ടേജ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കോളേജുകളിൽ തന്നെയുള്ള നിങ്ങളുടെ ട്രാൻസ്ഫോമർ ജസ്റ്റ് ഒന്ന് അതിന്റെ നെയിം പ്ലേറ്റ് മാത്രം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നോക്കിയിരുന്നാൽ മതി. മിക്കയിടത്തും 11 kV ബാർ 433 വോൾട്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ HV 11,000 വോൾട്ട്, LV 433 വോൾട്ട്, ഇങ്ങനെയായിരിക്കും പലതിലും എഴുതിയിരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിന് 2 ടൈപ്പ് വൈൻഡിങ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. ഇതിൽ സപ്ലൈ എവിടാ നമ്മൾ കൊടുക്കുന്നത്? സപ്ലൈ എവിടെ കൊടുക്കുന്നത്? പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ? പറഞ്ഞോ. പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ സപ്ലൈ കൊടുക്കുന്നത്? പ്രൈമറി. ലോഡ് കണക്ട് ചെയ്യുന്നത് എവിടെയാ? ലോഡ് കണക്ട് ചെയ്യുന്നത് സെക്കൻഡറി. ഇതിൽ വിവേക് ഇവിടെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പം സപ്ലൈ കൊടുക്കുന്നത് പ്രൈമറി ആണെന്നും പറഞ്ഞു, ലോഡ് കൊടുക്കുന്നത് സെക്കൻഡറി ആണെന്നും പറഞ്ഞു. ഞാനും പറയും, ഇപ്പൊ വിവേകും പറഞ്ഞു, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല.
നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രാൻസ്ഫോമറിന്റെ അകത്തും പ്രൈമറിന്നോ സെക്കൻഡറിന്നോ ലേബൽ ചെയ്യില്ല. പകരം HV LV എന്ന് മാത്രമേ അതിനകത്ത് ലേബലിംഗ് ഉണ്ടാവുള്ളൂ. നമ്മൾ എവിടെയാണോ സപ്ലൈ കൊടുക്കുന്നത് അത് ആ ഓപ്പറേഷനിൽ, ആ ട്രാൻസ്ഫോമറിന്റെ ആ ഓപ്പറേഷനിൽ പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യും. എവിടെയാണോ ലോഡ് കണക്ട് ചെയ്യുന്നത് അത് സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് സെയിം ട്രാൻസ്ഫോമറിന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ സപ്ലൈ എവിടെയാണോ കൊടുക്കുന്നത് അതാണ് പ്രൈമറി, ലോഡ് എവിടെയാണോ കൊടുക്കുന്നത് അതാണ് സെക്കൻഡറി. ക്ലിയർ ആയോ? സപ്ലൈ പ്രൈമറി കൊടുക്കണമെങ്കിൽ അവിടെ പ്രൈമറി എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തേക്കുന്ന ഒരു സാധനം ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരെണ്ണം ഒരു ട്രാൻസ്ഫോമറിലും ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. നിയർലി HV ആൻഡ് LV എന്ന് പറയുന്ന സാധനം മാത്രമേ അവിടെ ഉണ്ടാവൂ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ, ഞാൻ വളരെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെബിനാർ ആയതുകൊണ്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. നേരിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. സോ ഇങ്ങനെയുള്ള പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങളാണ് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കുന്നത്. ഇതുപോലെയുള്ള സാധനങ്ങൾ, ഇതേ ചോദ്യം എന്നല്ല, ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഇൻഡസ്ട്രിക്ക് ചെല്ലുമ്പോൾ, ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കുന്നത്. എന്നോട് ഒരു കമ്പനിയിൽ ആദ്യം ഞാൻ 2013 ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർ ചോദിച്ച ചോദ്യം, സപ്ലൈ ഇല്ലാതെ എങ്ങനെ നിങ്ങളുടെ സ്വിച്ച് ബോർഡിലുള്ള കണക്ഷൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ മീൻസ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് അറിയും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അന്നേരത്തെ എന്റെ ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങളെയും കാട്ടിയൊക്കെ ഭയങ്കര താഴെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ട്രിപ്പ് ആവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ട്രിപ്പ് ആവണമെങ്കിൽ എന്ത് കൊടുക്കണം? സപ്ലൈ കൊടുത്താലേ ട്രിപ്പ് ആവുള്ളൂ, അല്ലേ? അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉത്തരം? അപ്പൊ അവർ പറയുന്നത് സപ്ലൈ കൊടുക്കാൻ പാടില്ല, സപ്ലൈ കൊടുക്കാതെ ഇതിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, സപ്ലൈ കൊടുക്കാതെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? സപ്ലൈ കൊടുക്കാതെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിക്കേ. അതെ, വിവേക് പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് കൂടുതലായിരിക്കും എന്ന് അറിയാലോ. കറണ്ട് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? നോർമൽ കണ്ടീഷനേക്കാളും കുറവായിരിക്കും, അല്ലെ? ഇനി ഓപ്പൺ സർക്യൂട്ട് ഉണ്ടെങ്കിലോ കറണ്ട് 0 ആണ്, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് നോർമൽ വാല്യൂവിനെക്കാട്ടി ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് തന്നെ നോക്കിയാൽ മതി? ആ റെസിസ്റ്റൻസ് നോക്കിയാൽ പോരെ? ആ റെസിസ്റ്റൻസ് നോക്കാനായിട്ടാണ് മെഗർ പോലെയുള്ള ഡിവൈസസ് ഉള്ളത്. ഈ ഇൻസുലേഷൻ മെഗർ വെച്ചിട്ട് നമുക്ക് ഓരോ പോയിന്റിലും ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് നോക്കാം. ആ റെസിസ്റ്റൻസ് വാല്യൂ സ്റ്റാൻഡേർഡ് വാല്യൂ നിന്ന് എത്ര താഴോട്ട് ഡിവൈറ്റ് ചെയ്യുന്നു, എത്ര മുകളിലേക്ക് ഡിവൈറ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതാണ് അവിടുത്തെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. അപ്പൊ നമ്മൾ ഭയങ്കര വലുതായിട്ട് ചിന്തിക്കും, ഇനി അവിടെ എന്താണ്, അവിടെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമോ, മറ്റേത് മറിച്ചത്, മറ്റേത് പ്രൊപ്പോഷണൽ ടു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. ഇതിന്റെ അകത്തൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞത് ഒരു ഇലക്ട്രീഷ്യൻ ആണ്. അപ്പൊ പുള്ളിക്ക് ആ ഇൻഡസ്ട്രിയൽ നോളജ് ഉള്ളത് കൊണ്ടാണ് പുള്ളി അതെനിക്ക് പറഞ്ഞുതരാൻ പറ്റിയത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, മെഗർ എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മെഗർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനത്തെ സാധനങ്ങള്, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോജിക്ക് വർക്കാവും. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കണക്കൂട്ടൽ തന്നെയാണെങ്കിലും അതൊരു കാൽക്കുലേറ്ററിന്റെ അകത്താണ് കൂടുതലായിട്ട് ഒതുങ്ങുന്നത്, അല്ലെ? ഒരു ചെറിയ കണക്കൂട്ടലായിരിക്കും. ഇപ്പൊ 100 × 0.8 നമ്മൾ പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് നമ്മൾ പറയത്തുള്ളൂ 80 എന്നും പറഞ്ഞു, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മനക്കണക്കുകളാണ്. ഇപ്പൊ ഒരു ഇലക്ട്രീഷ്യൻ നമ്മുടെ വീട്ടിൽ വരികയാണ്, പുള്ളിക്കാരൻ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി, ഒരു റീവയറിംഗ് ആണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി ഒരു ലിസ്റ്റ് എഴുതി, അപ്പൊ തന്നെ എന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം റെഡിയാവുക, അല്ലെ? അതിന് എത്രത്തോളം ഈ പറഞ്ഞ പോലെ അതിന്റെ ലെങ്തും കാര്യങ്ങളും എത്ര എണ്ണം വേണമെന്നുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം അവിടെ റെഡിയാവുകയാണ്. അപ്പൊ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്നത് അത്തരം ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാനായിട്ട് നമ്മൾ തിയറി ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിറങ്ങി നമ്മളുടെ ഒരു ഭൂരിഭാഗത്തിനും അത് സാധിക്കുന്നില്ല. എന്റെ ഉൾപ്പെടെയുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തൊട്ട് നമ്മൾ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞു തുടങ്ങുക. അപ്പൊ ഞാനൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് ഇറ്റ്സ് 415 വോൾട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. എനിക്കറിയില്ല, ഇനി അത് എഴുതി വെച്ചാലേ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ക്ലിയർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻഡസ്ട്രിയില്
നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ട്രാൻസ്ഫോമറുകളുടെ എല്ലാം സെക്കൻഡറി വോൾട്ടേജ് 433 വോൾട്ടാണ്. നിങ്ങൾ നാളെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ട്രാൻസ്ഫോമർ പോയി നോക്കുക. അപ്പൊ അങ്ങനെയാണ് തിയറിയും, അതായത് നമ്മൾ പഠിക്കുന്ന അക്കാഡമിക്സും നമ്മുടെ ഇൻഡസ്ട്രിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടേംസും അവിടെ യൂസ് ചെയ്യുന്ന ടേംസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനുള്ള പല തമ്പ് റൂൾസും ഇൻഡസ്ട്രിയിൽ ഉണ്ട്. ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് 500 kVA ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഏകദേശം 660 ആംപിയർ ആണെന്ന്. ഒരു 100 kVA ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 130 ആംപിയർ എന്ന്. 200 kVA 260 ആംപിയർ, 300 kVA 390 ആംപിയർ, 400 kVA 520 ആംപിയർ. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ പറയും. അങ്ങനെ എന്നെ പറയാൻ പ്രാപ്തരാക്കി എടുത്തത് ഇൻഡസ്ട്രിയിലുള്ള ചില തമ്പ് റൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ 1 kVAക്ക് 1.3 ആംപിയർ എന്നാണ് ആ തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ 100 kVA ആയപ്പോ 130 ആംപിയർ ആയി, 200 kVA ആയപ്പോ 260 ആംപിയർ ആയി. അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് 11 kV/433 വോൾട്ട് ട്രാൻസ്ഫോമറിന്റെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ തമ്പ് റൂൾസ് ഉണ്ട്. ഈ തമ്പ് റൂൾസ് വെച്ചിട്ടാണ് ഇൻഡസ്ട്രിയിൽ ഇത്രയും ക്വിക്ക് ആയിട്ടുള്ള ഓരോ റെസ്പോൺസുകളും വരുന്നത്. ക്ലിയർ ആയി? അപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ തൊട്ട് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സെക്ടറിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, സോ നോ യുവർ ഇൻഡസ്ട്രി. നിങ്ങൾ ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾ നല്ലപോലെ അറിയുക. ഇൻഡസ്ട്രിയിൽ നമുക്ക് പലവിധ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് പോകാനുള്ള സബ് കാറ്റഗറീസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ഞാൻ അതിൽ വളരെ കോറായിട്ടുള്ള 8 എണ്ണം മാത്രമേ ഇവിടെ കാണിച്ചുള്ളൂ. ഇത് കൂടാതെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടും ഒക്കെയുള്ള മറ്റ് സെക്ടറുകളുണ്ട്. പക്ഷെ കോർ ഇൻഡസ്ട്രിയിൽ തന്നെ നിങ്ങൾക്ക് ഈ 8 സബ് കാറ്റഗറീസിൽ തന്നെ ധാരാളം വേക്കൻസീസ്, നിങ്ങളുടെ കോളേജിലുള്ള എല്ലാ കൂട്ടുകാരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള, നിങ്ങളുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കൂട്ടുകാരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ജോബ് മാർക്കറ്റ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറഞ്ഞ സെക്ടറുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല കുട്ടികളും ആ കമ്പനികൾക്ക് വേണ്ടുന്ന രീതിയിലേക്ക് അവിടെ പ്രസന്റ് ചെയ്യുന്നില്ല. ഒരു കമ്പനിക്ക് വേണ്ടാത്ത ഒരാളെ എടുക്കേണ്ട ആവശ്യം ആ എംപ്ലോയറിനില്ല, അല്ലെ? അയാൾക്ക് അത്രയും സാലറി കൊടുത്തിട്ട് അയാളെ തീറ്റിപ്പോറ്റേണ്ട കാര്യം ഒരു എംപ്ലോയറിനും ഇല്ല. അപ്പൊ എല്ലാ എംപ്ലോയർ നോക്കുന്നത് എന്താണ്? ബെനിഫിഷ്യൽ ആണോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. So coming to subcategory industry, we have construction industry, power sector, manufacturing industry. ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊരു മെഷീൻ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയാ എന്ത് പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവിടെ എല്ലാം ഇലക്ട്രിസിറ്റി ഈസ് എ ക്രൂഷ്യൽ പാർട്ട്. ആ ഇലക്ട്രിസിറ്റി ഭാഗം കൈകാര്യം ചെയ്യാനായിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെയും വളരെ അത്യാവശ്യമാണ്. അപ്പൊ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അതിപ്പോ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവിടെ ഇന്നവേറ്റബിൾ ആയിട്ടുള്ള ഒരു ജോബ് റോൾ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പവർ സെക്ടർ കാണാം. പവർ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ KSEB മാത്രമാണ് പവർ സെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ? നമുക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പൊ അദാനി പവർ ഉണ്ട്, റിലയൻസ് പവർ ഉണ്ട്, ടാറ്റ പവർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പവർ ഏജൻസീസ് ഉണ്ട്. അവരുടെ തന്നെ പല ടൈപ്പ്, ഇപ്പം ഡിസ്ട്രിബ്യൂഷനിലായാലും ജനറേഷനിലായാലും ട്രാൻസ്മിഷനിലായാലും ഉള്ള ഒരുപാട് വേക്കൻസികൾ നമ്മുടെ പവർ സെക്ടറിലും റിലൈസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഏതൊരു കൺസ്ട്രക്ഷൻ നടക്കുവാണെങ്കിലും അവിടെ കറണ്ട് ഇല്ലാണ്ടോ, ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഇല്ലാണ്ടോ, സർവീസ് ഇല്ലാണ്ടോ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ഇപ്പൊ ഉണ്ടോ? ഇല്ല. അപ്പൊ എത്രത്തോളം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വളർന്നോ അത്രത്തോളം അതിന്റെ പാരലായിട്ട് തന്നെ വളരുന്ന ഒരു സെക്ടറാണ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തത് സസ്റ്റൈനബിൾ എനർജി. ഞാൻ നേരത്തെ പറഞ്ഞു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഫ്യൂച്ചർ, അല്ലെ? സസ്റ്റൈനബിൾ എനർജിയാണ് ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ സസ്റ്റൈനബിൾ എനർജി റിലേറ്റഡ് ആയിട്ട് ഉള്ള വേക്കൻസികൾ ധാരാളം വരുന്നുണ്ട്. അതിന് പക്ഷേ ഗ്രീൻ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസ് എന്തൊക്കെ വേണം, അതിന്റെ ഡിസൈൻ ഏത് രീതിയിൽ വേണം, നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് ഉണ്ടാക്കാനും അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസൈനിങ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും എനർജി ഓഡിറ്റിങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് ഉള്ള പ്രൊഫഷണൽസിനെയാണ് സസ്റ്റൈനബിൾ എനർജി ഇൻഡസ്ട്രി വെൽക്കം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി ഇറ്റ്സ് എ ബൂമിംഗ് ഇൻഡസ്ട്രി, അല്ലെ? അതിന്റെ വണ്ടികളുടെ എണ്ണമായാലും പണ്ടൊക്കെ നമ്മൾ 1-2 സ്കൂട്ടറുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല, പല വണ്ടികളും
നോർമൽ പെട്രോൾ വണ്ടികൾക്കും അതുപോലെ ഡീസൽ വണ്ടികൾക്കും ഒക്കെ കമ്പയറബിൾ ആയിട്ടുള്ള പവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. സോ അത് മാത്രമല്ല, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജിയിലാണ് ശരിക്കും ഇപ്പോൾ ഒരുപാട് റിസർച്ച് ഡെവലപ്മെന്റുകൾ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഞാൻ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ എനർജി എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിലേക്കുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളതാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല. സോ ദാറ്റ്സ് ഓൾസോ എ മൂവിംഗ് ഇൻഡസ്ട്രി ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. അതുപോലെ ഇലക്ട്രിസിറ്റി സർവീസ് ഇൻഡസ്ട്രി. നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാലും അതിന്റെ അകത്ത് കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ചുമ്മാ ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് ഇട്ടുകൊടുക്കുകയല്ലോ, അല്ലെ? അതിന് സെപ്പറേറ്റ് ഡിസൈൻ ഉണ്ടാവും, അതിന് സെപ്പറേറ്റ് പ്ലാൻ ഉണ്ടാവും, അതിന് സെപ്പറേറ്റ് എക്സിക്യൂഷൻ മെത്തേഡ്സ് ഉണ്ടാവും, ഇറക്ഷൻ മെത്തേഡ്സ് ഉണ്ടാവും, ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടാവും, ടെസ്റ്റിംഗിൽ ഉണ്ടാവും, കമ്മീഷനിങ്ങിൽ ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് കാറ്റഗറീസ് ഈ പറഞ്ഞ പോലെ ആ സർവീസിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇതിനകത്തൊക്കെ നോളജ് ഉള്ള കാൻഡിഡേറ്റ്സിനെ ഇലക്ട്രിസിറ്റി സർവീസ് ഇൻഡസ്ട്രിയിലും വെൽക്കം ചെയ്യപ്പെടുന്നു. ഇനി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചർ, ഫോർ എക്സാമ്പിൾ പാനൽ ബോർഡ് മാനുഫാക്ചർ, അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ഗിയേഴ്സിന്റെ മാനുഫാക്ചറിങ്, കേബിൾസിന്റെ മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള ഓരോ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറിങ് ഫീൽഡിലേക്ക് R&D സെക്ടറിലും അതുപോലെ തന്നെ നോർമൽ സെക്ടറിലും മാനുഫാക്ചറിങ് സെക്ടറിലും ടെസ്റ്റിംഗ് സെക്ടറിലും ഒക്കെ ഈ ഇൻഡസ്ട്രികളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട്, മെയിൻലി കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് BIM ടെക്നോളജി. ഇറ്റ്സ് കോൾഡ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡൽ. അതിന്റെ അകത്ത് അത് സാധാരണ ചെയ്യുന്ന ഒരു വീടുകൾക്കൊന്നും ആരും BIM മോഡലിംഗ് ഒന്നും ചെയ്യില്ല. വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ഇൻഡസ്ട്രികളിലൊക്കെയാണ് BIM ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മോഡൽസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ഒരു പ്ലാൻ വരച്ച്, ഇലക്ട്രിക്കൽ പ്ലാനും അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം മാത്രം വരച്ചു കൊടുത്താൽ പോരാ, അവിടെ അതിന്റെ 3D മോഡലിംഗും കൂടെ വേണം. അപ്പൊ ഈ 3D മോഡലിംഗ് ചെയ്യുന്നതും അതിന്റെ ക്ലാഷുകൾ ഒഴിവാക്കുന്നതും ഒക്കെ ഈ BIM ടെക്നോളജിയുടെ ഭാഗമാണ്, ഇലക്ട്രിക്കൽ സൈഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, BIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള സകലമായ ഇൻഫർമേഷൻ അതിന്റെ ആർക്കിടെക്ചറിൽ വരും, സ്ട്രക്ചറിൽ വരും, അതിന്റെ കോസ്റ്റ് വരും, അതിന്റെ ക്ലാഷ് ഡിറ്റക്ഷൻസ് വരും, അതിന്റെ 3D മോഡലിംഗ് വരും, അതിന്റെ പ്രൊജക്ട് മാനേജ്മെന്റ് വരും, അതിന്റെ സേഫ്റ്റി വരും, അതിന്റെ എനർജി ഓഡിറ്റിംഗ് വരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ശരിക്കും ഒരു BIM മോഡൽ എന്ന് പറയുന്നത്. ഈ BIM മോഡലില് ഇലക്ട്രിക്കൽ പാർട്ട് വരുന്നതെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റംസിന്റെ റൂട്ടിംഗ് ഫുള്ള് 3D മോഡൽ ചെയ്ത് അത് മറ്റ് സിസ്റ്റങ്ങളെ ക്ലാഷ് ആക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു ഇലക്ട്രിക്കൽ BIM എഞ്ചിനീയർ ചെയ്യുന്നത്. സോ BIM ടെക്നോളജി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോർ ഇൻഡസ്ട്രിയിലുള്ള സബ് കാറ്റഗറീസ്. അപ്പൊ ഈ പറഞ്ഞ ഫീൽഡുകളിൽ നിങ്ങൾ പോവുക. അപ്പൊ ഈ പറഞ്ഞ ഫീൽഡുകളിലുള്ള കമ്പനികളെ കുറിച്ച് നിങ്ങൾ അറിയുക. ആ കമ്പനികളിൽ എത്രത്തോളം വേക്കൻസികൾ ഉണ്ടെന്ന് അറിയുക, ആ വേക്കൻസികളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അറിയുക. എന്നിട്ട് ആ കമ്പനിയുടെ സർവീസുകളെ കുറിച്ച് നല്ലപോലെ പഠിക്കുക. അതിന് ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ ഹയർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ആ എംപ്ലോയറിന്റെ എക്സ്പെക്ടേഷൻ ഫ്രം എ കാൻഡിഡേറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിൽക്കുന്നുണ്ട്. ഈവൻ ChatGPT നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിക്ക ജോബ് റോൾസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ആ ഒരു പോസ്റ്റിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി അതിൻ്റെ അകത്തുള്ള സ്കിൽസ് നല്ലപോലെ ഇമ്പാർട്ട് ചെയ്യുക. അങ്ങനെ ഇമ്പാർട്ട് ചെയ്ത് ആ സ്കിൽസ് പോളിഷ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുക. നമ്പർ ഓഫ് ഇന്റർവ്യൂസ് ഒരിക്കലും ജോലി കിട്ടാനുള്ള ഒരു മാനദണ്ഡമല്ല. നിങ്ങൾ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ട് പോയാൽ 1 or 2 ഇന്റർവ്യൂ മാക്സിമം, ഞാൻ എവിടെ വേണേലും പറയാം, 1 or 2 ഇന്റർവ്യൂസ് മാത്രമേ നിങ്ങൾക്ക് പോകേണ്ടി വരത്തുള്ളൂ. ആ 2ാമത്തെയോ 3ാമത്തെ ഇന്റർവ്യൂവില് നിങ്ങൾ നിങ്ങളുടെ ജോലി ക്രാക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ലപോലെ അറിഞ്ഞ് അതിൻ്റെ അകത്ത് വേണ്ടുന്ന സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുക, റിസോഴ്സ്ഫുൾ ആവുക, നല്ല റെസ്യൂം ഉണ്ടാക്കുക, സത്യസന്ധമായ റെസ്യൂം ഉണ്ടാക്കുക, എന്നിട്ടൊരു ജോലിക്ക് വേണ്ടി പോവുക. ഇത്തരം കാൻഡിഡേറ്റ്സിനെ എല്ലാ എംപ്ലോയീസിനും ആവശ്യമുണ്ട്. സോ ആ കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇനി ഈ പറഞ്ഞ ഇൻഡസ്ട്രികളിൽ എന്തൊക്കെ ജോബ് റോൾസ് ആണ് നിങ്ങൾക്കുള്ളതെന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് ജോബ് റോൾസ് മാത്രമേ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ. ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് കമ്പനീസ് എന്ന് പറയുന്നത് ധാരാളമാണ്. അതിന്റെ കൂടെ തന്നെ അതിൽ A ക്ലാസ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്, B ക്ലാസ് കോൺട്രാക്ടിങ് കമ്പനീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസ് ഉണ്ട്. അപ്പം ഇതൊരു വലിയ നെറ്റ്വർക്കാണ്, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിലും അവിടെ എന്ത് വേണം, ഇലക്ട്രിസിറ്റി വേണം, അല്ലെ? അപ്പൊ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കോൺട്രാക്ടേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി സർവീസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കോൺട്രാക്ടേഴ്സ് ആണ്. ഈ കോൺട്രാക്ടിങ് കമ്പനീസ് എല്ലാം വലിയ വലിയ ബിഗ് ഷോട്ട്സ് ആണ്.
അപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് കമ്പനീസിൽ എ ക്ലാസ് കോൺട്രാക്ടിങ് കമ്പനീസ് ഉണ്ട്, ബി ക്ലാസ് കോൺട്രാക്ടിങ് കമ്പനീസ് ഉണ്ട്, ഈവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ തന്നെ ഇലക്ട്രിക്കൽ വിങ്ങുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ജോബ് റോളാണ് ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക്കൽ പരമായിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ സകലമാന ഡിസൈൻ ഇൻ ദ സെൻസ് വരപ്പല്ല. ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ്ട്രിക്ക് ഏതൊക്കെ കമ്പോണൻസ് വേണം, ട്രാൻസ്ഫോമർ ഏത് വേണം, കേബിൾ ഏത് വേണം, എർത്തിങ് എങ്ങനെ വേണം, അതിന്റെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഏതൊക്കെ വേണം, അതിന്റെ പാനൽസ് ഏതൊക്കെ വേണം, അതിന്റെ ബോർഡുകൾ ഏതൊക്കെ വേണം, അതിന്റെ കപ്പാസിറ്റർ പാനൽ എങ്ങനെ വേണം, ജനറേറ്റർ വേണമെങ്കിൽ അതെങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സെലക്ഷൻ ആണ് ശരിക്കും ഡിസൈൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് ഉണ്ട്. ഈ ഡിസൈൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കമ്പോണൻസിനെ എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ അതിനെ ഒരു സീക്വൻഷ്യൽ ആക്കാം എന്നുള്ളതാണ് സ്കിമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കിമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക, അതിനുശേഷം അതിനെ ഇലക്ട്രിക്കൽ പ്ലാൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം അതിനെ ഇലക്ട്രിക്കൽ മോഡൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യുക. ഇതാണ് ശരിക്കും ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയറിന്റെ ജോബ് റോളായിട്ട് വരിക. ഇനി അതിന്റെ കുറച്ചും കൂടി ഹയർ പോസ്റ്റ് ആണ് ശരിക്കും പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടെസ്റ്റിംഗ് എഞ്ചിനീയർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ് ഇലക്ട്രിക്കൽ മെഷീനറീസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ മാനുഫാക്ചറിങ് കമ്പനീസ് ഒരുപാടുണ്ട്. അത്തരം കമ്പനികളിൽ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിംഗ് എഞ്ചിനീയർ അവരുടെ പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് വരുന്നതാണ്. സോ അതും ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈൻ നമ്മുടെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യിക്കാനുള്ള ചാനൽ പാർട്ട്ണർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സേഫ്റ്റി എഞ്ചിനീയർ. ഒബ്വിയസ്ലി സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൽ മാത്രമുള്ളതല്ല, ഏതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരു പ്രൊഫഷണലും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില ടൈറ്റിൽസ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ദേ കൻ ഗോ ആസ് എ സേഫ്റ്റി എഞ്ചിനീയർ. നെക്സ്റ്റ് വൺ ഈസ് ഇലുമിനേഷൻ എഞ്ചിനീയർ. നമ്മുടെ നാട്ടിൽ അത്രയും ഇല്ലെങ്കിലും പുറം രാജ്യങ്ങളിൽ ഒരുപാട് വേക്കൻസീസ് തരുന്ന ഒരു ഫീൽഡാണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. ഒരു 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്, അവിടെ എനിക്ക് ഇലുമിനേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ മാനുവലി 2 ട്യൂബ് ഇടാം 2 ബൾബ് ഇടാം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അതിനുവേണ്ടി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലുമിനേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യുന്ന ആളിനെയാണ് ഇലുമിനേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് പുറം രാജ്യങ്ങളിൽ, മെയിൻലി UAE റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ എനർജി ഓഡിറ്റർ ഓർ മാനേജർ. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BEE തരുന്ന ടൈറ്റിലാണ് എനർജി ഓഡിറ്റർ അല്ലെങ്കിൽ എനർജി മാനേജർ എന്ന് പറയുന്ന ടൈറ്റിൽ. നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞതിന് ശേഷം എനർജി ഓഡിറ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പല കമ്പനീസിനും എനർജി ഓഡിറ്റിംഗ് റൊട്ടീൻ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എനർജി ഓഡിറ്റർ ആയിട്ട് പോകാം. എവിടെയാണ് കൺസംഷൻ കൂടുതൽ, എവിടെയാണ് കുറവ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതും അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും ഒക്കെ എനർജി ഓഡിറ്ററാണ്. പല കമ്പനീസും ഇന്ന് എനർജി ഓഡിറ്റേഴ്സിനെ നല്ല രീതിയിൽ വളരെ കൂടുതൽ നമ്പേഴ്സിൽ തന്നെ ഹയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ BIM എഞ്ചിനീയർ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അതിന്റെ EV ടെസ്റ്റിംഗ് എഞ്ചിനീയർ. ഇപ്പോൾ അതിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു പാർട്ട് അവിടെ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ ആ ഒരു പാർട്ടില് നിങ്ങൾക്ക് ഇപ്പൊ ഏത് സ്ലൈഡാ കാണുന്നത്? ജോബ് റോൾസിന്റെ സ്ലൈഡ് തന്നെയാണോ കാണുന്നത്? ജോബ് റോൾസിന്റെ സ്ലൈഡാണോ കാണുന്നത്? നോ യുവർ ഇൻഡസ്ട്രിയെ കാണാം. ഓക്കെ 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 സോറി, ഞാൻ ഈ മെസ്സേജ് ഒന്നും കണ്ടില്ല. ഞാൻ ഫുൾ സ്ക്രീനിൽ മറ്റേ PPT ഇട്ടിരുന്നതുകൊണ്ടാണ് മെസ്സേജ് ഒന്നും കണ്ടില്ല. സോ ദീസ് ആർ ദ ജോബ് റോൾസ്: ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, ടെസ്റ്റിംഗ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, സേഫ്റ്റി എഞ്ചിനീയർ, ഇലുമിനേഷൻ എഞ്ചിനീയർ, എനർജി ഓഡിറ്റർ ഓർ മാനേജർ, BIM എഞ്ചിനീയർ, EV ടെസ്റ്റിംഗ് എഞ്ചിനീയർ. അതുപോലെ തന്നെ EV റിലേറ്റഡ് ആയിട്ട്, ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ട് അതിലെ ഓരോ ഹാർഡ്വെയറും ഡിസൈൻ ചെയ്യാൻ, ബാറ്ററി ആയിക്കോട്ടെ അതിന്റെ മറ്റ് കമ്പോണൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഡിസൈൻ എഞ്ചിനീയർ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ജോബ് റോൾസ് ആണ്. ഇതിൽ കൂടുതൽ ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. അതിലിപ്പം എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ടുണ്ട്, ഇവാലുവേറ്റർ ആയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വേക്കൻസീസ് സബ് കാറ്റഗറീസിൽ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ പ്രൊമിനന്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, ടെസ്റ്റിംഗ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, സേഫ്റ്റി എഞ്ചിനീയർ, ഇലുമിനേഷൻ എഞ്ചിനീയർ, എനർജി ഓഡിറ്റർ ഓർ മാനേജർ, BIM എഞ്ചിനീയർ, EV ടെസ്റ്റിംഗ് എഞ്ചിനീയർ, ഹാർഡ്വെയർ ഡിസൈൻ എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് ജോബ് റോൾസ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രികളിൽ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ്
അടുത്തത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡ് ചേഞ്ച് ആയിട്ടുണ്ടോ? ഓക്കെ, സ്ലൈഡ് ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. നമുക്ക് വേറെയും പ്രിവിലേജസ് ഒരുപാടുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒട്ടും പിറകെട്ട് നിൽക്കുന്നവരല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇത് കൂടാതെ ഗവൺമെന്റ് ഉൾപ്പെടെ നമുക്ക് ഒരുപാട് പ്രിവിലേജസ് വരുന്നുണ്ട്. ആ പ്രിവിലേജസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് ഫ്രം കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തരുന്ന 2 തരം ലൈസൻസുകൾ ഉണ്ട് ബിടെക് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ ഈ സൂപ്പർവൈസർ എ ക്ലാസ് ലൈസൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈ സൂപ്പർവൈസർ ബി ക്ലാസ് ലൈസൻസ്. ഇത് രണ്ടും ലൈസൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺട്രാക്ടർക്ക് ഒരു വർക്ക് എടുക്കണമെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 250 kVA ടോട്ടൽ ലോഡ് വരുന്ന ഒരു വർക്ക് എടുക്കണം ഒരു കോൺട്രാക്ടർക്ക്. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ടർക്ക് ആ വർക്ക് എടുക്കണമെങ്കിൽ അയാളുടെ അണ്ടറിൽ 250 kVA അതിൽ കൂടുതലോ പെർമിറ്റ് ഉള്ള ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ആ കോൺട്രാക്ടർക്ക് ആ വർക്ക് എടുക്കാൻ പറ്റൂ. ക്ലിയർ ആയോ? അത് മാത്രമല്ല, ഈ ലൈസൻസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യാം. സാധാരണ ഈ സിവിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് പ്ലാനും എലിവേഷനും ഒക്കെ വരച്ചു കൊടുക്കുന്നവരെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ എണ്ണം, അത്തരം ഡ്രോയിങ്സും അത്തരം ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ചെയ്തു കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇനി ചെയ്തു കൊടുത്താലും അതിൻ്റെ അകത്ത് ലൈസൻസ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരുടെ എണ്ണവും കമ്പാരിറ്റീവ്ലി കമ്പയർഡ് ടു സിവിൽ എഞ്ചിനീയേഴ്സ് കുറവാണ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസിങ് ഓപ്ഷൻ ആണ്. നല്ല രീതിയിൽ ഫ്രീലാൻസ് ആയിട്ട് പാരലലി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഈ പറഞ്ഞ സൂപ്പർവൈസർ എ ക്ലാസിനും ബി ക്ലാസിനും നിങ്ങളോട് ഒരു തിയറി ചോദ്യം പോലും ഇൻസ്പെക്ടറേറ്റിൽ ചോദിക്കാൻ പോകുന്നില്ല. പകരം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം, ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചോദിക്കാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ, ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ, നിങ്ങൾക്ക് സർക്കാർ തരുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തരുന്ന സൂപ്പർവൈസർ എ ക്ലാസ് ലൈസൻസും ബി ക്ലാസ് ലൈസൻസും എടുക്കാം. 25 kVA to 250 kVA ലൈസൻസ് ആണ് അല്ലെങ്കിൽ പെർമിറ്റ് ആണ് ബി ക്ലാസ് ലൈസൻസിന്റെ അണ്ടറിൽ വരിക. 250ക്ക് മുകളിലോട്ടുള്ളതാണ് എ ക്ലാസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരിക. അപ്പോ ഈ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പം 4 പേര് പോയി, ഒരാൾക്ക് 25 kV കിട്ടി, അടുത്തയാൾക്ക് 50 kV, അടുത്തയാൾക്ക് 75 kV, അടുത്തയാൾക്ക് 100 kV കിട്ടി. ഇതിന്റെ അർത്ഥം 100 kV കിട്ടിയയാൾക്ക് 100 kVA ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് വരുന്നിടം വരെയുള്ള വർക്കുകൾ മാത്രമേ അയാൾക്ക് ചെയ്യാൻ പറ്റൂ. 25 kV കിട്ടിയയാൾക്ക് 25 kVയോ അതിൽ താഴെയോ വരുന്ന വർക്കുകൾ മാത്രമേ അയാൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതാണ് ഈ പെർമിറ്റ് വൈസ് വരുന്നത്. ഇതിന് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ബിടെക് ഉണ്ടാവണം അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടാവണം. ഡിപ്ലോമക്കാർക്ക് ബി ക്ലാസ് അപ്ലൈ ചെയ്യാം. ബിടെക്കുകാർക്ക് ഡയറക്ട്ലി ബി ക്ലാസിന് അപ്ലൈ ചെയ്യാം വിത്തൗട്ട് എനി എക്സ്പീരിയൻസ്. എ ക്ലാസ്സിനും പണ്ട് അങ്ങനെ വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ 1 year എക്സ്പീരിയൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ തന്നെ സംരക്ഷ എന്ന് പറഞ്ഞ പോർട്ടൽ ഉണ്ട്. ആ പോർട്ടൽ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പെർമിറ്റ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പെർമിറ്റ്. ഈ പെർമിറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് കാണും എത്ര KW ഉള്ള, എത്ര KVA ഉള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോപ്പ് എന്ന് പറയും. ആ കിട്ടുന്ന ആ വാല്യൂ ഓഫ് പെർമിറ്റിനെ സ്കോപ്പ് എന്നാണ് പറയുക. സ്കോപ്പ് ചെയ്ത് നോക്കിയാൽ ഓൾ LT or MV ഇൻസ്റ്റലേഷൻ അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 250 kW ആൻഡ് ജനറേറ്റർ അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 250 kVA. അവിടം വരെയുള്ള സാധനം മാത്രമേ ഇയാൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ, ഇയാൾക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ടും അത് അപ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. അപ്പൊ ഇതിനെയാണ് പെർമിറ്റ് എന്ന് പറയുക. ഈ ഒരു സാധനമാണ് പെർമിറ്റ്. അതൊരു കാർഡ് പോലെ ഇരിക്കും. ഇനി ഇതാണ് ഹോൾ ടിക്കറ്റ്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള ഹോൾ ടിക്കറ്റ് ആദ്യം വരും. ഹോൾ ടിക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും. എക്സാം ഒരു ഇന്റർവ്യൂ വരും. ബി ക്ലാസ്സിന് ഇന്റർവ്യൂ മാത്രമേ വരാറുള്ളൂ. എ ക്ലാസ്സിന് ഒരു ഡിസൈൻ ഫുള്ള് ചെയ്യുകയും വേണം. വൈവ പാർട്ടും കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ എഞ്ചിനീയേഴ്സിന് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാലും അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ചാനൽ നമുക്ക് കറക്റ്റ് ആവുന്നില്ല, അല്ലെ? അപ്പോ ഈ പണി അറിയില്ല എന്നുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതുമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആർക്കേറ്റ് 2015 തുടങ്ങിയ കമ്പനിയാണ്. കംപ്ലീറ്റ്ലി ആർക്കേറ്റിന്റെ USP എന്ന് പറയുന്നത് ശരിക്കും സ്കിൽ ട്രെയിനിങ് മാക്സിമം എഞ്ചിനീയേഴ്സിലേക്ക് എത്തിച്ച് ഒരു എഞ്ചിനീയറിംഗ് കൾച്ചർ, ഒരു കോൺഫിഡന്റ് എഞ്ചിനീയറിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആർക്കേറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്.
അപ്പോൾ ആർക്കിന്റെ ആ ഒബ്ജക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഞാൻ അനുഭവിച്ചതും എന്നെ പോലെ ഒരുപാട് പേര് അനുഭവിച്ചതുമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഓരോ എംപ്ലോയറും എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സർവേ നടത്തിക്കൊണ്ട് വളരെ ക്രിസ്പായിട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന എഞ്ചിനീയർ ആയിട്ട് മാറ്റാനുള്ള 3 month പ്രോഗ്രാമുകളാണ് ആർക്കൈറ്റ് ഒരു സൊല്യൂഷൻ ആയിട്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വെക്കുന്നത്. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് സൊല്യൂഷൻ ആൻഡ് എന്താ പറയാ കൂടുതൽ വേക്കൻസികൾ നമുക്ക് തരുന്ന ഒരു ഫീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർവീസ് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന മേഖലയിൽ, ഡിസൈൻ ഇൻഡസ്ട്രി എന്ന മേഖലയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇറ്റ്സ് കോൾഡ് ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ, സർട്ടിഫൈഡ് ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ. ഇതിന്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാപ്പാടം പഠിക്കലല്ല, നമ്മൾ ചെയ്തും കണ്ടും അറിഞ്ഞും ഒക്കെ പഠിക്കുന്നതാണ്. അതിനകത്ത് റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യും, ഇൻഡസ്ട്രിയൽ പ്രൊജക്ടുകൾ ചെയ്യും, കൊമേഴ്ഷ്യൽ സിസ്റ്റങ്ങൾ ചെയ്യും. അപ്പൊ ഈ 3 കാറ്റഗറിയിലുള്ള എല്ലാ സിസ്റ്റത്തിന്റെയും ഫ്രം ദ റൂട്ട് ഇറ്റ് സെൽഫ്. ഇതിന്റെ അകത്ത് ആർക്കും ഭയങ്കര തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലെങ്കിൽ സപ്ലൈ ഉണ്ടാവാണ്ട് നോക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ അറ്റൻറ്റീവ് ആണ്, നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ആർക്കും, സപ്ലൈ ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിക്കാം. കരിയറിലെ ആദ്യത്തെ ജോലിയിലേക്ക് കയറാൻ ശരിക്കും സപ്ലിമെന്ററി ഒരു ബേർഡൻ ആവുന്നില്ല. ആദ്യത്തെ ജോലിയിലേക്ക് പറയും സപ്ലൈ അടിക്കാനില്ല നാളെ തൊട്ടേ. അപ്പൊ ആദ്യത്തെ ജോലിയിലേക്ക് കയറാൻ ശരിക്കും സപ്ലിമെന്ററി ഒരു പാടൊന്നുമില്ല. ഞങ്ങളുടെ ബാച്ചില് ആദ്യം ജോലി കിട്ടിയത് സപ്ലൈ ഉള്ള ഒരാൾക്കാണ്. അവന് പണി അറിയായിരുന്നു, അതുകൊണ്ട് ജോലി കിട്ടി. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പണി അറിയത്തില്ലായിരുന്നു, നമുക്ക് ജോലി കിട്ടില്ല. നമ്മൾ ഈ തേരാപ്പാര ഓരോ കമ്പനികളിലും കയറിയത്. അതാണ് വ്യത്യാസം വന്നത്. അപ്പൊ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് കൊണ്ടല്ല കേട്ടോ എനിക്ക് ജോലി കിട്ടാത്തത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല പോസ്റ്റിലേക്ക് ആ ഒരു കരിയറിലെ എൻട്രി ലെവൽ ജോബിന് ശേഷം എനിക്ക് മുകളിലേക്ക് കയറി പോവാം. ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കിൽ എന്നും കൊണ്ടും നമ്മൾ ആ ഒരു കരിയർ എൻട്രി ലെവൽ ജോബിൽ തന്നെ നിന്നു പോകും. ഓക്കെ, അപ്പോ സപ്ലിമെന്ററി ഉള്ളവര് ദയവ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷമോ അല്ലെ 6 മാസമോ അവിടെ വെറുതെ കളഞ്ഞിട്ട് അതിനുവേണ്ടി ചുമ്മാ നിന്നിട്ട് തലേന്ന് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക. നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. അങ്ങനെ പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയറിലെ ഓരോ ടേമും നിങ്ങൾ റിസോഴ്സ്ഫുൾ ആക്കുക. ഇപ്പം 2024 പാസ് ഔട്ട് ആയിട്ട് ഒരാൾ 1 വർഷം സപ്ലിമെന്ററി എഴുതാനായിട്ട് മെനക്കെട്ട് നിന്നു. എന്നിട്ട് 2025 ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഈ 1 വർഷം എന്ത് ചെയ്തു എന്നായി. അവർ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പഠിച്ചു, സപ്ലിമെന്ററി ഉണ്ടായിരുന്നു, എനിക്കത് എഴുതണം എന്ന് പറയുമ്പോ എടാ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഓടുന്ന വണ്ടി എടുക്കുവോ, ഓടാതെ കുറെ നാൾ വീട്ടിൽ കിടന്ന വണ്ടി എടുക്കുവോ? ഓടുന്ന വണ്ടിയിൽ എടുക്കുള്ളൂ. അയാൾക്കല്ലേ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ അറിയത്തുള്ളൂ, അയാൾക്കല്ലേ അപ്ഡേറ്റ്സ് അറിയത്തുള്ളൂ, അയാൾക്കല്ലേ ടേംസ് അറിയത്തുള്ളൂ, അയാൾക്കല്ലേ നിയമങ്ങൾ അറിയുള്ളൂ. എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ആ ഇൻഡസ്ട്രിയിൽ നിന്ന ആൾക്കായിരിക്കും. അത് എത്ര ചെറിയ ശമ്പളത്തിലായിക്കോട്ടെ, ഏത് കമ്പനിയിലും ആയിക്കോട്ടെ, അവൻ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. സോ അവൻ ആ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് ആ എംപ്ലോയർ അവനെ എടുക്കുള്ളൂ. അപ്പൊ കരിയർ ബ്രേക്ക് ഉണ്ടാക്കാൻ സപ്ലിമെന്ററി എന്ന് പറയുന്ന കാര്യം ഒരു ഫാക്ടർ ആക്കരുത്. സപ്ലിക്ക് പഠിക്കുക, നല്ലപോലെ തന്നെ പഠിക്കുക, പാരലലി ജോലിയും ചെയ്യുക. ജോലി ഇൻ ദ സെൻസ് നിങ്ങളുടെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ജോലി. ഒരുപാട് ജോലികളുണ്ട്. ഞാനും പണ്ട് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഒരു ഐ ഓപ്പണിംഗ് ആയത് ഒരു ഇലക്ട്രീഷ്യൻ എന്നോട് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ കമ്പനികളിൽ എനിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം എന്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഡിഗ്രി അല്ല, മറിച്ച് എഞ്ചിനീയറിംഗിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്റെ ജോബ് അവിടെ ലൈ ചെയ്തത്. സോ ഈ ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ 3 കാറ്റഗറിയിലെയും എല്ലാ പ്രൊജക്ടുകളും, പല കണ്ടീഷൻസ് വരുന്ന, പല എൻവയോൺമെന്റ് വരുന്ന, പല ചലഞ്ചസ് വരുന്ന ഏകദേശം 30ഓളം പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഫ്രം ദ റൂട്ട് ഇറ്റ് സെൽഫ് നമ്മൾ ചെയ്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡെപ്ത് തന്നെ നമ്മൾ ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ബിം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും, ഓട്ടോകാഡ് ആയിക്കോട്ടെ, റെവിറ്റ് MEP ആയിക്കോട്ടെ, ഡയലക്സ് ആയിക്കോട്ടെ, PV സിസ്റ്റം ആയിക്കോട്ടെ, പ്ലാൻ സ്വിഫ്റ്റ് ആയിക്കോട്ടെ, ഇതുപോലെ ഏകദേശം 5ഓളം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ബിം ടെക്നോളജിയും ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോളാർ ഡിസൈൻ, ഞാൻ പറഞ്ഞു റിന്യൂവബിൾ നമ്മൾ നല്ല രീതിയിൽ അഡ്രസ് ചെയ്യേണ്ട ടൈമാണ്. നമ്മുടെ നാട്ടിലെ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോളാർ അല്ലെ. അപ്പൊ സോളാർ ഡിസൈൻ ഇന്ന് പല ഇൻഡസ്ട്രിക്കും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്, പല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്കും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഏതൊരു ഇൻഡസ്ട്രിയിലും വീടുകളിലും ഒക്കെ ഇപ്പൊ സോളാർ ഡിസൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ സോളാർ ഡിസൈൻ കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ സോഫ്റ്റ്വെയർ അനാലിസിസ് ഉൾപ്പെടെ, സോഫ്റ്റ്വെയർ ഡിസൈൻ ഉൾപ്പെടെ അവിടെ കവർ ചെയ്യുന്നുണ്ട്. PV സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉൾപ്പെടെ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ ബിം 2 പ്രാവശ്യം അതിന്റെ ടെൻഡർ ആയതാണ്.
എനർജി ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിന്റെ ഓരോ ഫാക്ടറുകളും, അതിന്റെ അനാലിസിസ് എങ്ങനെയായിരിക്കും, അതിന്റെ കമ്മീഷനിങ് എങ്ങനെയായിരിക്കും, അതിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയായിരിക്കും, അതിന്റെ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലുമിനേഷൻ ഡിസൈൻ പഠിക്കുന്നുണ്ട്. ഈ 4ാമത്തെ ഇലക്ട്രിക്കൽ ബിമ്മിന് പകരം അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത് MEP സിസ്റ്റം ആയിരുന്നു കേട്ടോ, സോറി. അപ്പോ MEP റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസൈനുകൾ ഫുൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, ഈ 7 പോയിന്റ്സും. അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 30 റിയൽ ടൈം പ്രൊജക്ടുകളും ഏകദേശം 5-6ഓളം സൈറ്റ് ട്രെയിനിങ്ങുകളും 3ഓളം ട്രേഡിംഗ് സെന്റർ വിസിറ്റുകളും ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്ന പക്ക പ്രൊഫഷണലി നേരെ കൊണ്ട് ഇൻഡസ്ട്രിയിൽ ഇരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ശരിക്കും ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് EV ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ EV ടെക്നോളജി. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ആർക്കേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന പ്രൈം സൊല്യൂഷൻ. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇലക്ട്രിക്കൽ ബിം നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാം, MEP ഡിസൈൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാം, ഇലുമിനേഷൻ ഡിസൈൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാം, സോളാർ ഡിസൈൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാം. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യുവർ ഇൻഡസ്ട്രി ഈസ് സ്പെസിഫിക്. ഇപ്പൊ ഇലക്ട്രിക്കൽ ബിം മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചുള്ള എനിക്ക് മോഡൽ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഒരാൾ വരച്ചു തന്ന സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത്, ഒരാൾ ഒരു റഫായിട്ട് വരച്ച സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു 3D മോഡൽ ആക്കാൻ മാത്രമേ എനിക്ക് അവിടെ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് അവിടെ ഡിസൈൻ ചെയ്യാനോ സെലക്ട് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അപ്പോ നിങ്ങളുടെ ഇൻഡസ്ട്രി വളരെ സ്പെസിഫിക് ആയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്നത് ഈ സാധനം തന്നെയായിരിക്കും. ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ വേക്കൻസികൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നതും ഇനിയുള്ള വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നതും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർവൈസർ ലൈസൻസ് രണ്ടും വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ വേറെ എവിടെയും പോയി ഒന്നും അറിയണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ പ്രസന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ലൈസൻസിന്റെ റേഞ്ചും നിങ്ങൾക്ക് അവിടെ ഒപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് കൊടുക്കുന്ന അക്രഡിറ്റേഷൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് പറഞ്ഞ ഇറ്റ്സ് മെയിൻലി CPD സർട്ടിഫിക്കേഷൻ. CPD എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഇതൊരു UK ബോഡിയാണ്. ഇന്ന് ഇന്റർനാഷണലി ഏറ്റവും അധികം റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള സ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം CPD, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ട് CPD സർട്ടിഫിക്കേഷനുമായിട്ട് ഞാൻ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ UK-ലോ എവിടെയെങ്കിലും ഞാനൊരു ഹയർ സ്റ്റഡീസിന് പോവാണ്. ആ ഹയർ സ്റ്റഡീസിന് പോലും, ആ രാജ്യങ്ങളിലുള്ള ഹയർ സ്റ്റഡീസിന് പോലും എനിക്ക് ഇവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ ക്രെഡിറ്റ് പോയിന്റ്സിന് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഇന്റർനാഷണൽ വാല്യൂ എന്ന് പറയുന്നത്. പല അമേരിക്കൻ കമ്പനീസും പല യൂറോപ്യൻ കമ്പനീസും CPD ക്രെഡിറ്റ് പോയിന്റ്സ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരെ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി പല ടൈറ്റിൽസിന് ഇപ്പൊ IOSH പോലെ, ഗ്രാൻഡ് IOSH പോലെയുള്ള പല ടൈറ്റിലുകൾ, അതുപോലെ തന്നെ നെബോഷിന്റെ ഹയർ കാറ്റഗറീസ്, അതുപോലുള്ള സ്ഥലങ്ങളിലും ഈ CPD സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആവാറുണ്ട്. അപ്പോൾ CPD സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സർട്ടിഫൈഡ് ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് മെയിൻലി ഫ്രം ഓട്ടോഡെസ്കിന്റെ ഭാഗത്തുനിന്നുള്ള സോഫ്റ്റ്വെയറുകൾക്ക്, ഓട്ടോകാഡിനും റെവിറ്റും BPക്കും ഒക്കെ യു വിൽ ഗെറ്റ് ഓട്ടോഡെസ്കിന്റെ സർട്ടിഫിക്കേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാര്യം ആർക്കേറ്റ് എന്ന് പറയുന്ന ഓട്ടോഡെസ്കിന്റെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്റർ ആണ്. സോ യു വിൽ ഗെറ്റ് സർട്ടിഫിക്കേഷൻ ഫ്രം ഓട്ടോഡെസ്ക് ടു. ആൻഡ് CPD സർട്ടിഫിക്കേഷൻ ഉള്ള സൗത്ത് ഇന്ത്യയിലെ ഏക ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ട്രെയിനിങ് ഗ്രൂപ്പ് ആണ് ആർക്കേറ്റ് എഡ്യൂക്കേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആൻഡ് ഇതൊന്നും കൂടാതെ ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകൾ ഈ ഓരോ ടൈറ്റിലിനും ഉള്ളത് കൂടാതെ നിങ്ങൾ വൺസ് ആർക്കേറ്റിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുക ആർക്കേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി വിങ്ങിന്റെ, ഇലക്ട്രിക്കൽ സിവിൽ ആൻഡ് മെക്കാനിക്കൽ കൺസൾട്ടൻസി വിങ്ങിന്റെ ഒരു ഓഫർ ലെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് തരിക ആസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ട്രെയിൻ. ആ ഓഫർ ലെറ്ററിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രത്തോളം പ്രൊജക്ടുകളുടെയും എക്സ്പീരിയൻസിന്റെ ബേസിസിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് യു വിൽ ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ആർക്കേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഓൾസോ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയായി? പണി നല്ലപോലെ നിങ്ങൾ പഠിച്ചു, നല്ല ഇൻഡസ്ട്രി എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിനുള്ള ഇൻഡസ്ട്രിയൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പ്രഷർ എന്ന് പറയുന്ന ലേബൽ മാറ്റാനായിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 4 ചലഞ്ചസും
നോൺ ടെക്നിക്കലി ഉള്ള നിങ്ങളുടെ സ്കില്ലുകൾ, ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്നതിന്റെ, പ്രസന്റ് ചെയ്യുന്നതിന്റെ ഒക്കെ സ്കില്ലുകൾ, അതുപോലെ ഒരു വലിയ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നതിന്റെ പാടുകൾ, സ്റ്റേജ് ഫിയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലെവലിലും മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവും, അതുപോലെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതുപോലുള്ള നോൺ ടെക്നിക്കൽ ട്രെയിനിങ് തന്ന് നിങ്ങളെ പക്ക ടെക്നിക്കലി ആൻഡ് നോൺ ടെക്നിക്കലി മെന്റർ ചെയ്തിട്ടാണ് ഞങ്ങൾ പ്ലേസ്മെന്റ് വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കേഡിന് തന്നെ ഷാർജ ഹെഡ്ക്വാർട്ടർ ചെയ്തിട്ടുള്ള കമ്പനി ഉണ്ട്, സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ്. ഈ സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനി ഇറ്റ്സ് ബേസിക്കലി ഇൻടു എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ്. സോ UAE-യിലുള്ളതും നാട്ടിലുള്ളതുമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കമ്പനീസിന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ എഞ്ചിനീയേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ ഷാർജയിലെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ സ്വന്തമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഗ്രൂപ്പാണ് ശരിക്കും ആർക്കേഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജോബ് കണ്ടെത്തി തരിക എന്ന് പറയുന്നത് ഒട്ടും പാടുള്ളൊന്നല്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ ഇവിടെ വരുന്ന കമ്പനികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ട്രെയിനിങ് നൽകി, ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ പക്കയാക്കി നാളെ അയാൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ സെറ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ ആ ഇന്റർവ്യൂ ഇടുക. ആ ഫൈനൽ ഇന്റർവ്യൂ നിങ്ങൾ ക്രാക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ 100% പ്ലേസ്മെന്റ് പോസിബിൾ ആവും. സോ ഈ ഒരു പ്ലേസ്മെന്റ് ഡിവിഷന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 18-20ഓളം പ്രൊഫഷണൽസ് ഫ്രം ബിടെക് ഗ്രാജുവേറ്റ്സും അതുപോലെ MBA ഗ്രാജുവേറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഏകദേശം 18-20ഓളം എംപ്ലോയീസ് ആണ് അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റീവ് ആയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ സർവീസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്, ഈ പ്ലേസ്മെന്റ് സർവീസസ് കിട്ടുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. ആർക്കേഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസിന്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. സോ നിങ്ങൾ ഇത് പഠിക്കുക, ഇതിന്റെ സർട്ടിഫിക്കേഷൻ ആവുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റെപ്പിന്റെ വക തന്നെ ഈ പറഞ്ഞ കമ്പനീസ് ഇന്റർവ്യൂസ് കൂടി അവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. ആ ഇന്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്ത് തരും, എല്ലാ സ്കിൽസും അവിടെ കറക്റ്റ് ചെയ്ത് തരും. എന്നിട്ടാണ് ആ ഇന്റർവ്യൂവിന് കൊണ്ടുപോവുക. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യുക. ഇതാണ് ആർക്കേഡിന്റെ ട്രെയിനിങ് പാറ്റേൺ. ഇനി ആർക്കേഡിന്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, നിങ്ങളുടെ സൈറ്റ് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഉള്ള സൈറ്റ് ട്രെയിനിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. സൈറ്റിൽ കൊണ്ടുപോയിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തുകൊണ്ട് ഓരോന്നും ഇങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ഈ ഓരോ പാറ്റേൺ വന്നത്, ഒരു പ്രൊജക്റ്റിൽ എന്തുകൊണ്ട് ഒരു ജനറേറ്റർ സെലക്ട് ചെയ്തു, ഒരു കേബിൾ സെലക്ട് ചെയ്തു, ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് സെലക്ട് ചെയ്തു, ഒരു ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളും, ഇത് എങ്ങനെയാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ വളരെ ക്രിസ്പായിട്ട് നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ പല കോൺട്രാക്ടേഴ്സിന്റെ കൂടെയും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്റെ കൂടെയും ഒക്കെ പോയി പഠിച്ചതും അതുപോലെ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് വളരെ ഡൈജസ്റ്റീവ് ആവുന്ന രീതിയിൽ വളരെ ഡയറക്റ്റ് ടു യുവർ ഹാർട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ. പഠിപ്പിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക എന്നാ ഞാൻ പറയും. മിക്ക ക്ലാസ്സുകളും ഞാൻ തന്നെ ആയിരിക്കും എടുക്കുക. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, നമ്മൾ അവിടെ തിയറിറ്റിക്കൽ ബേസിസിൽ ഒരു കാര്യങ്ങളും അവിടെ പറയുന്നില്ല, തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി കോർ ഇൻഡസ്ട്രിയിൽ എന്താണോ നടക്കുന്നത് ആ കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ പറയും. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓരോ പ്രൊജക്റ്റും നിങ്ങളെ കൊണ്ട് എന്റെ ഒരു ഗൈഡൻസിൽ നിങ്ങളെ കൊണ്ട് തന്നെ ഇരുത്തി ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത കാര്യം ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് നമ്മുടെ ഇന്നത്തെ വെബിനാറിന് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളെയും ഞങ്ങൾ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചാറ്റ് ബോക്സിലും നേരത്തെ നിങ്ങൾക്ക് വന്ന മെസ്സേജ് അയച്ച നമ്പറുകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റർ ആവാനായിട്ടുള്ള ഇൻവിറ്റേഷൻസും കാര്യങ്ങളും അതിനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ എത്തും. സോ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആർക്കേഡിന്റെ കമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, മറിച്ച് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിപ്പോ ഞങ്ങളുടെ ഇവിടെ പഠിച്ചാലും പഠിച്ചില്ലേലും നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ടെക്നോളജി അഡ്വാൻസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പക്ക നിങ്ങളുടെ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അതിലേക്കും ഇന്നത്തെ ഈ ഒരു വെബിനാറിന് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ എന്താ പറയാ നമ്മുടെ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറൌണ്ട് ഒരു 3000 rupees വർത്ത് ആയിട്ടുള്ള
ഒരു ഗിഫ്റ്റും കൂടി ഈ ഒരു വെബിനാറിന് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടാവും. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ആർക്കിന്റെ എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് കമ്പനിയിലേക്ക് ഉള്ള രജിസ്ട്രേഷൻ ഫീ നോർമലി 3000 rupees ആണ്. സോ ഇന്നത്തെ വെബിനാറിന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസിന്റെ എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് സർവീസസിനുള്ള രജിസ്ട്രേഷൻ ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് തരികയാണ്. സോ എല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ആ ഒരു എന്താ പറയാ ആ ഒരു കാര്യം അവൈൽ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വെബിനാറിന് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളും 2 ദിവസത്തിനുള്ളിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ഈ ഒരു കോഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കിന്റെ ക്യാമ്പസുകൾ ഉള്ളത് കൊല്ലത്ത് 2 ക്യാമ്പസും കൊച്ചിയിൽ 2 ക്യാമ്പസും ആണുള്ളത്. പിന്നെയുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് 5ാമത്തെ ക്യാമ്പസ് ഷാർജയിലാണ്. അത് ടോട്ടലി മെൻ ഫോർ പ്രൊഫഷണൽസ് ഇൻ വേരിയസ് കമ്പനീസ് ഇൻ UAE. സോ ഈ 4 ക്യാമ്പസുകളും കേരളത്തിൽ കൊല്ലത്തുള്ള 2 ക്യാമ്പസുകളിലും കൊച്ചിയിലുള്ള 2 ക്യാമ്പസുകളിലും ഓൾറെഡി ഏർലി ബേർഡ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം ഈ പറഞ്ഞ കോഴ്സുകൾക്ക്. ഈ കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1500-2000 രൂപ അടുപ്പിച്ചിട്ട് കോഴ്സ് ഫീസിൽ റിഡക്ഷൻ ഉണ്ടാവും. സോ ഈ വരുന്ന 2 ദിവസങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ആ രജിസ്ട്രേഷന് വേണ്ടി നോക്കുക. പല കുട്ടികളും ഇന്നും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ വെബിനാറിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷനും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. 4 വർഷം പഠിച്ചതിന് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കണം. കാര്യങ്ങൾ നല്ലപോലെ അറിയണം. ആ അറിഞ്ഞിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് ഇന്റർവ്യൂവിന് പോകണം. ഇതാണ് എന്റെ ഒരു പോളിസി. അതാണ് നമ്മുടെ കോഴ്സുകളുടെ പോളിസി. അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കണ്ടന്റ് കണ്ടിട്ടുണ്ടാവും. ഒരു 5ഓളം സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതിന്റെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ഓട്ടോഡെസ്കിന്റെ സർട്ടിഫിക്കേഷൻ, ഈ പറഞ്ഞ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസും, അതുപോലെ എന്താ പറയാ ലൈവ് ക്ലാസ്സസ്, ഐ മീൻ സൈറ്റ് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ട്രെയിനിങ് സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ഈ പറഞ്ഞ ഇത്രയോ പ്രൊജക്ടുകൾ പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനെല്ലാം കൂടി ഒരു ഭീമമായിട്ടുള്ള ഒരു ഫീസ് ഉണ്ടാവുന്നു അല്ലെ? സോ ഇതിനെല്ലാം കൂടി ആർക്കേഡ് ചാർജ് ചെയ്യുന്നത് ടോട്ടലി 24,000. നോർമൽ ഫീ എന്ന് പറഞ്ഞാൽ 24,000 മാത്രമാണ്, ഇൻക്ലൂഡിംഗ് സർട്ടിഫിക്കേഷൻ. ഇതിൽ 5 സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ സർട്ടിഫിക്കേഷൻ, അതിന്റെ വർക്ക് ബുക്കുകൾ, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും. അതുപോലെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ ട്രെയിനിങ്സും പലവിധമായിട്ടുള്ള പ്രൊഫഷണൽസ്. അപ്പം റെസിഡൻഷ്യലിൽ പഠിപ്പിക്കുന്നത്, റെസിഡൻഷ്യലിൽ വളരെ പ്രാഗൽഭ്യമുള്ള അത്തരം പ്രൊജക്ടുകൾ ചെയ്യുന്ന ഒരു ട്രെയിനറായിരിക്കും നിങ്ങൾക്ക് അത് പഠിപ്പിക്കുക. ഇൻഡസ്ട്രിയലിൽ ഇലക്ട്രിക്കൽ ലൈസൻസ് ഉള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനറായിരിക്കും പഠിപ്പിക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും സോളാർ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ പ്രൊഫഷണലാണ്, ഇലുമിനേഷൻ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ പ്രൊഫഷണലാണ്. അപ്പം ഇത്രയും വലിയ എക്സ്പോഷറും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലേക്കുള്ള നെറ്റ്വർക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 24,000 ഇൻക്ലൂഡിങ് എല്ലാവിധ സർവീസസും എല്ലാവിധ രജിസ്ട്രേഷൻ ഫീസും ഇൻക്ലൂഡ് ആയിട്ട് നിങ്ങൾക്ക് 24,000 ആണ് വരിക. സോ ആ 24,000 ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അറൌണ്ട് എനിക്ക് തോന്നുന്നു 22,000 22,500 സംതിങ് ആണ്. സോ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിഷ്യൽ ഉണ്ടാവും. സോ ബാച്ചുകൾ നമ്മൾ ഓൾറെഡി ഇപ്പോ പല ബാച്ചുകൾ ഫില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ബാച്ചുകൾ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇനിയും താമസിക്കരുത്. എത്രയും വേഗം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക. ബാച്ച് അഡ്മിഷൻസ് ആണെങ്കിൽ മിനിമം 12 പേരുള്ള ബാച്ച് അഡ്മിഷൻസ് ആണെങ്കിൽ അതിനുള്ള എന്താ പറയാ ബാച്ച് ഫീ റിഡക്ഷനും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം അവൈൽ ചെയ്യാൻ വരുന്ന 2 ദിവസത്തിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ അടുത്തും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ സംസാരിച്ചുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഡിസിഷൻ, ഇതൊരു ടേണിംഗ് പോയിന്റ് ഡിസിഷൻ ആയിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. ഞാൻ ആർക്കിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ എന്താ പറയാ നമ്മള് ബിടെക്കിന്റെ പഠിത്തത്തിലും പഠിച്ചിറങ്ങിയതിനു ശേഷവും ഒക്കെയുള്ള പലവിധമായിട്ടുള്ള നെഗറ്റീവ്സ് അനുഭവിച്ചിട്ട് വന്ന് എന്റെയും എന്റെ ഫ്രണ്ട്സിന്റെയും ഞാൻ അതിനുശേഷം പഠിപ്പിച്ച കുട്ടികളുടെയും ഒക്കെ ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വേണ്ടുന്ന കറക്റ്റ് സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ ക്രിസ്പായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള അക്കാഡമിക് അഡ്വൈസറി കമ്മിറ്റിയുടെയും കൂടി സഹായത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത സിലബസ് ആണ് നമുക്കുള്ളത്. സോ പക്ക ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ആരും താമസിക്കരുത്. ഈ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ റിവാർഡ്സും നിങ്ങൾ അവൈൽ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഞാൻ അല്ലാണ്ട് തന്നെ തരും. മിഥുൻ ചോദിച്ചിരുന്നു കരിയർ ഗ്യാപ്പ് ഉള്ളവർക്ക് പറ്റുമോ? ഞാൻ 2020 ബാച്ച് ആണ്, ബട്ട് 2023 പാസ് ഔട്ട് ആയത്. ആൻഡ് ഓൾസോ ഐ ആം വർക്കിംഗ് ഇൻ USA സോളാർ പെർമിറ്റ് ഡിസൈൻ ഫോർ 1.5 years. ഇപ്പൊ മിഥുൻ എവിടെയാ കറന്റ് ഉള്ളത്? US അതോ
ഇപ്പം ഇതിന് USA സോളാർ പിരമിഡ് ഡിസൈൻ ഇവിടെ ചെയ്തോണ്ടിരുന്നത് അല്ലേ, കൊച്ചിയിലല്ലേ? ഓക്കെ. അപ്പൊ മിഥുൻ, ലൈക്ക് കരിയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കരിയർ ഗ്യാപ്പ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് പരമാവധി. അപ്പൊ മിഥുൻ 2023 പാസ് ഔട്ട് ആയെങ്കിൽ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ കരിയർ ഗ്യാപ്പ് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കരിയർ ഗ്യാപ്പ് അവിടെ ഇല്ല. ഇത് പഠിക്കാനായിട്ടല്ല ഞാൻ കരിയർ ഗ്യാപ്പ് പറഞ്ഞത്. മിഥുൻ ഇപ്പൊ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മിഥുന് പഠിക്കാം, പഠിച്ചിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാമെങ്കിൽ സോളാർ കമ്പനീസ് മാത്രമല്ല മറ്റ് കമ്പനികളിലേക്കും, കോൺട്രാക്ടിങ് കമ്പനീസിലേക്കും, കൺസൾട്ടൻസി കമ്പനീസിലേക്കും ഇതിന് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ നല്ല രീതിയിലുണ്ട്. ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ? ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ടൈം കളയല്ലേ മക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഇതെല്ലാം പറയുന്നത്. നിങ്ങൾ ടൈം കളയരുത്, അനാവശ്യമായ ടൈം കളയരുത്. നമ്മൾ വിചാരിക്കും പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം, ഒരു 4 മാസം റെസ്റ്റ് എടുത്തേക്കാം. പിന്നെയുള്ള മിക്ക സമയം നമുക്ക് റെസ്റ്റ് തന്നെ ആയിരിക്കും, പിന്നെ നമുക്ക് റെസ്റ്റ് മടുക്കും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടാക്കാതെ തന്നെ കാര്യങ്ങൾ പഠിക്കുക. കാര്യങ്ങൾ പഠിച്ചിട്ട് നല്ലൊരു കമ്പനിയിലേക്ക് പോകുക. കമ്പനിയിൽ പോയി ആ കരിയർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് മേളിക്കറിയങ്ങ് പോയേക്കാം. ഓക്കെ, ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. ഈ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. സോ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ വീണ്ടും പറയുകയാണ്. എന്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ആദ്യത്തെ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസുമാണ് ഇപ്പോൾ നടക്കുന്നത്. സോ എന്റെ ബാച്ചിലേക്ക് ആണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുക. സോ നമുക്ക് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടോ? മെമ്പർഷിപ്പ് ആക്സസ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ ലിങ്ക് കാര്യങ്ങളും വരും. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വരും. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ യൂസ്ഫുൾ ആയ? അത് നിങ്ങളുടെ സമയം പോയാ? അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട് ചോദിച്ച. വാട്ട്സ് യുവർ സാലറി റേഞ്ച് നൗ? ഞാൻ ആർക്കേഡിന്റെ ഓണർ ആണ്, അതുകൊണ്ട് സാലറി അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഞങ്ങളുടെ തന്നെ കൺസൾട്ടൻസി ഉണ്ട്. ഞാൻ A ക്ലാസ് ലൈസൻസ് ഹോൾഡർ ആണ്. സോ ഈ A ക്ലാസ് ലൈസൻസ് വെച്ചിട്ട് ഞങ്ങൾ ധാരാളം വർക്കുകളും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇലക്ട്രിക്കൽ വർക്കുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ വൺ. അത് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ വൺ. അപ്പൊ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. കമ്പയർഡ് ടു സിവിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെയും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്പർ കുറവാണ്. അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസും കാര്യങ്ങളും കൂടുതലാണ്. നല്ല സംഭവമാണ്. പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവം നല്ല രസവുമാണ്. ഓക്കെ, ഇത് പഠിക്കാനും അറിയാനും ഒക്കെ ഭയങ്കര രസമാണ്. നമ്മളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അത് ഭയങ്കര നോളജ് ഒന്നും വേണ്ട. ശരിക്കും ഞാൻ നിങ്ങളെ കാട്ടിയൊക്കെ വലിയ മണ്ടനാണ്. ഇതിനകത്ത് വലിയ നോളജ് ഒന്നും വേണ്ട. നമുക്ക് ലോജിക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക, നമ്മുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു സ്റ്റഡി ട്രിപ്പിൾ മൂവ് ടു IT. വൈ ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി പാക്കേജ്, നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. IT നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പോലും അവിടെ BTech, ട്രിപ്പിൾ CS എല്ലാം അവിടെ വെക്കും. കാര്യം എന്താ, അവർ ട്രെയിനിങ് കൊടുത്തെടുക്കും. പക്ഷെ വൺസ് ഇവൻ അത് വിട്ടിട്ട് എനിക്ക് എന്റെ കോർ ഫീൽഡിലേക്ക് വരണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തിരിച്ചുവരവുണ്ടാവില്ല. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ 4 വർഷം പിന്നെ എന്തിനാ ഇത് പഠിച്ചേ? 4 വർഷം നമ്മൾ ഇത് പഠിച്ചിട്ട് 5ാമത്തെ വർഷം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു ജോലിക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഡിപ്ലോമയോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ഒരു ഡിഗ്രി എടുത്തിട്ടായാലും നിങ്ങൾക്ക് ആ ജോലിക്ക് പോയാൽ പോരായിരുന്നോ? അതാണ് വ്യത്യാസം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ജോലി ഉണ്ടായിട്ട് നമ്മൾ എന്തിനാ വെറുതെ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോണേ? ഇപ്പം ഫസ്റ്റ് ജോബ് കിട്ടുന്നത്, ആ ഫസ്റ്റ് ജോബിന്റെ സാലറി മേ ബി ഇലക്ട്രിക്കലിൽ കുറവായിരിക്കാം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഫീൽഡിൽ കൂടുതലായിരിക്കാം. പക്ഷേ IT ഫീൽഡിലുള്ള ആ ഒരു ഹൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കോർ ഫീൽഡുകളിലുള്ള എന്താ പറയാ സാലറിയുടെ ഹൈക്കും ശ്രദ്ധിക്കുക. മറ്റടുത്ത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇങ്ങനെ പോകുന്നതാണ് അവിടുത്തെ രീതി. ഇവിടെ അങ്ങനല്ല. ഇവിടെ കുറച്ചും കൂടി ഇങ്ങനെ പോകുന്നതാണ് ഇവിടുത്തെ രീതി.
സോ ഒരു ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ സാലറി ബേസ് ചെയ്തിട്ടും വളരെ സെക്യൂർഡ് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇലക്ട്രിക്കൽ ഫീൽഡ്. നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, എല്ലായിടത്തും നമ്മുടെ ആവശ്യമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ ജോലികളുടെ എണ്ണം കുറവെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഏത് ഇൻഡസ്ട്രി വലുതായാലും നമ്മൾ വലുതാവും. അതാണ് നമ്മുടെ ഒരു പാരസൈറ്റ് പോലെയാണ് ശരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെ? ആര് വളർന്നാലും കൂടെ വളരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എല്ലാവരോടും പറയാണ്, ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രാക്ക് ചെയ്യുക, ചാനലൈസ്ഡ് ആയിട്ട് പോവാൻ, ലിങ്ക്ഡിൻ നല്ലപോലെ യൂസ് ചെയ്യുക, നല്ല പ്രൊഫഷണൽ റെസ്യൂമേസ് ഉണ്ടാക്കുക, ട്രസ്റ്റബിൾ ആൻഡ് ജെന്യുവൻ റെസ്യൂമേസ് ഉണ്ടാക്കുക, പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കുക. ഇതെല്ലാം ഉണ്ടാക്കി ഒരു സ്കിൽഫുള്ളി റിസോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂ ഒക്കെ അപ്പിയർ ചെയ്യാനായിട്ട് പോവുക. അപ്പോഴാണ് ജോബ് എന്ന് പറയുന്ന സാധനം അവിടെ ക്രാക്ക് ആവുന്നത്. ഡ്രീം മാത്രം പോരാ, അതിന് വേണ്ടുന്ന റിസോഴ്സും കൂടി ഉണ്ടാവും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു എവരി വൺ. ഇന്നത്തെ ഒരു ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും ഏകദേശം എനിക്ക് തോന്നുന്നു 60-67 പേരോളം ഉണ്ടായിരുന്നു തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ഒരു വെബിനാറിന് ഞായറാഴ്ച ഈ ഒരു സമയത്ത് എല്ലാവരും സമയം കണ്ടെത്തിയതിനും നിങ്ങൾക്ക് കരിയറിനെ കുറിച്ച് അത്രത്തോളം നിങ്ങൾ കരിയറിനെ എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ആൻഡ് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസിനും ഒരുപാട് നന്ദി. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഗൈസ്. എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാൻ നേരുന്നു. എല്ലാവരും പക്ക എഞ്ചിനീയേഴ്സ് ആവട്ടെ, നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആവുക. അതിനുള്ള എല്ലാ സഹായങ്ങളും ആർക്കിന്റെ ഭാഗത്തുനിന്നും പേഴ്സണലി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്നോട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ നമ്പറും കൂടി ടീം മെമ്പേഴ്സ് ദയവ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെയും കോൺടാക്ട് ചെയ്യാം. സോ ആ നമ്പറും കൂടി ടീം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്റെ പേര് മുഹമ്മദ് സജിൻ എന്നാണ്. അത് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, അല്ലേ? പറഞ്ഞു തോന്നുന്നു. ഓക്കെ, ശരി. അപ്പോ നമ്പർ ഇടാൻ ടീം ഇത്തിരി ലേറ്റ് ആവുന്നു. സോ ഞാൻ തന്നെ ഇടാം. ഇട്ടു. സോ ഇതാണ് എന്റെ നമ്പർ. അതിൽ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. കോളിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു ബ്രൈറ്റ് ഫ്യൂച്ചർ, ബ്രൈറ്റ് കരിയർ, ബ്രൈറ്റ് ഇലക്ട്രിഫൈങ് കരിയർ ടു എവരിവൺ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.